ഹായ് ഹലോ ആൻഡ് വെൽക്കം ടു IAS ഫാക്ടർ. ഒക്ടോബർ 27 ആണ് ഇന്നത്തെ മേജർ ആയിട്ടുള്ള സൺഡേ ആണ്. സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് എഡിറ്റോറിയൽസ് ഇല്ല. പക്ഷേ എഡിറ്റോറിയൽസ് ഇല്ലെങ്കിലും ഇറ്റ്സ് ഈക്വലി കോമ്പൻസേറ്റഡ് ബൈ FAQ പേജസ് ആൻഡ് പ്രൊഫൈൽസ്. സയൻസ് ഒക്കെ വന്നുകൊണ്ട് തന്നെ എഡിറ്റോറിയലിനെക്കാട്ടും കൂടുതൽ ലോഡുണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ. സോ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദി ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ഓഫ് ദ ഡേ. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ഇമ്പോർട്ടൻറ്റ് ന്യൂസ്, ഹിയർ വി ഗോ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഇസ്രായേൽ ഹിറ്റ്സ് ഇറാൻസ് മിലിറ്ററി സൈറ്റ്സ്, 4 soldiers were killed. സോ ഓൾറെഡി നമുക്ക് ഇൻ്റർനാഷണൽ ന്യൂസിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വരുന്നൊരു വാർത്ത തന്നെയാണ്. സോ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഒരു അറ്റാക്കും ഇത് ഓൾറെഡി ഒരുപാട് കാലമായിട്ട് ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇസ്രായേൽ വേഴ്സസ് ഇറാൻ രണ്ടും ഈക്വലി ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കൺട്രീസാണ്. സോ അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഹെസ്ബുള്ള ഉണ്ട്. യു ഷുഡ് നോ ലെബനൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പും കൂടാണ് ഹെസ്ബുള്ള എന്ന് പറയുന്നത്. സോ ഹെസ്ബുള്ള ഇസ് സപ്പോസഡ്ലി ബാക്ക്ഡ് ബൈ ഇറാൻ. ഇറാൻ്റെ സപ്പോർട്ടോടെയാണ് ഹെസ്ബുള്ള ലെബനനിൽ വർക്ക് ചെയ്യുന്നത്. സോ ഇസ്രായേൽ ഇവിടെ ഇറാനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ദ മിഷൻ ടാർഗറ്റഡ് മിസൈൽ ഫാക്ടറീസ്, മിലിറ്ററി ഫെസിലിറ്റീസ് ഇൻ സെവറൽ റീജിയൻസ് സേസ് ഇസ്രായേൽ മിലിറ്ററി. ഇത്രയൊക്കെ ചെയ്ത് അവിടെ ഇത്രയും ഡാമേജ് വരുത്തി പറയുന്നുണ്ട്. ആ റെയ്ഡ് ഇറ്റ് ഹാസ് ഡാമേജ് ദ റഡാർ സിസ്റ്റം ആൻഡ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഇസ്രായേൽ പിന്നെയും വാൺ ചെയ്യുന്നുണ്ട് ഇറാനെ, ഞങ്ങൾ ഈ ചെയ്തതിന് തിരിച്ച് ചെയ്യരുത്, അല്ലെങ്കിൽ തിരിച്ച് റിറ്റാലിയേഷൻ തന്നാൽ പ്രത്യാഘാതം ഭയങ്കര ഭീകരമായിരിക്കും എന്നാണ് ഇതിൽ പറയുന്നത്. സോ ഇറ്റ് സൗണ്ട്സ് വെരി ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഇസ്രായേൽ ഓൾറെഡി ഇറാനെ അറ്റാക്ക് ചെയ്തിട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്ത് അതിൻ്റെ കോൺസിക്വൻസസ് വളരെ ഡയറിങ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് പറയുന്നുണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ്. സോ Iranian missile factories and military facilities in several regions. The retaliatory strike has been completed and the mission was fulfilled while Israeli aircraft returned safely. So ഒരുപാട് പ്രോബ്ലം ഇവിടെ വന്നിട്ടുണ്ട്. സോ ഇസ്രായേൽ വാണ്ട് ഇറാൻ വിൽ പേ എ ഹെവി പ്രൈസ് ഇഫ് ഇറ്റ് റെസ്പോണ്ടഡ് ടു ദ സ്ട്രൈക്സ് ആൻഡ് ദ US and സോ അപ്പോൾ ഈ ബ്രിട്ടനും US എല്ലാം ഇറാനോട് പറയുന്നുണ്ട് എസ്കലേറ്റ് ചെയ്യരുതെന്നല്ലേ. അവിടെയാണ് ഇസ്രായേൽ വാൺ ചെയ്തിട്ടുണ്ട്. ഇഫ് ഇറ്റ് റെസ്പോണ്ടഡ് ടു ദ സ്ട്രൈക്സ് ഇറ്റ് വുഡ് പേ എ ഹെവി പ്രൈസ് എന്നാണ് പറയുന്നത്. എനിവേ ഇത് ഓൺഗോയിങ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമുക്ക് നാഷണൽ പേജിൽ കാണാം. ഈവൻ കൺട്രീസ് ലൈക്ക് ഇന്ത്യക്ക് രണ്ടാൾക്കാരെയും വളരെ ഇതായിട്ട് ഇസ്രായേലിനെയും ഭയങ്കര കാര്യമായിട്ട് ആവശ്യമുള്ള ഒരു പാർട്ട്ണറാണ്. പക്ഷേ ഇറാനോടും പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും ഇങ്ങനെ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ദർ ഇസ് ആബ്സല്യൂട്ട്ലി നോ ഗുഡ്. ഇന്ത്യ എപ്പോഴും ഒരു ന്യൂട്രൽ സ്റ്റാൻഡാണ് എപ്പോഴും എടുത്തിരിക്കുന്നത്. സോ അതാണ് ഇതിനകത്ത് മേജറായിട്ട് പറയുന്നത്. ഇസ്രായേൽ ഇറാൻ്റെ അറ്റാക്കാണ് പറയുന്നത്. സോ അതൊരു മെസ്സേജ് ഉണ്ട് ഇതിനകത്ത്. ഈ ഒരു മെസ്സേജ് ഉണ്ട് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത്, നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ദ മെയിൻ പർപ്പസ് ഓഫ് ദി അറ്റാക്ക് appear to be sending a clear message to Tehran that Israel can reach anywhere in Iran, but at the same time his decision to go for a limited attack. സോ ഇറാനെ ഇസ്രായേൽ എവിടെ വേണോ അറ്റാക്ക് ചെയ്യാം എന്നുള്ള ഒരു മെസ്സേജും കൂടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആൻഡ് പിന്നെയുള്ള പ്രധാനപ്പെട്ട വാർത്ത, മിനിസ്ട്രി ആസ്ക്സ് സോഷ്യൽ മീഡിയ ഫേംസ് ടു കർബ് ബോംബ് ഹോക്സ് പോസ്റ്റ്. മിനിസ്റ്റർ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ഈ അടുത്ത് ഈ മിനിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ മിനിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് കാര്യങ്ങൾക്ക് എപ്പോഴും ന്യൂസിൽ വരും. സോ യു ഷുഡ് ഹാവ് എ വെരി ഗുഡ് ഐഡിയ എന്താണ് മെയ്റ്റി എന്നാണല്ലോ വിളിക്കുന്നത്. ആ മിനിസ്ട്രി ഏതാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ഇവിടെ മിനിസ്ട്രി എല്ലാവരെയും വിളിച്ചിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൻ്റെയൊക്കെ ആൾക്കാർ, മെറ്റ, ട്വിറ്റർ, ഫേസ്ബുക്ക് എല്ലാവരെയും വിളിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ട്വിറ്ററിലൂടെയൊക്കെ ആണല്ലോ ആൾക്കാർ ബോംബ് പൊട്ടാൻ പോകുന്നതെന്നൊക്കെ ഉള്ള മെസ്സേജ് വിടുന്നത്. സോ അത്തരം മെസ്സേജ് എല്ലാം നിങ്ങൾക്ക് അപ്പം തന്നെ കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ല കാര്യം എന്നാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. സോ ട്വിറ്ററിനെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈവൻ ക്രിട്ടിസൈസ്ഡ് ട്വിറ്റർ അല്ലെങ്കിൽ എക്സ് ഫോർ അബറ്റിംഗ് ദീസ് ത്രെറ്റ്സ്. എക്സ് പ്ലാറ്റ്ഫോമിലാണ് ഏറ്റവും കൂടുതൽ ഇത് ഷെയർ ചെയ്ത് പോയത്. അപ്പോൾ അത് ചെയ്യരുത്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ പാനിക് ആക്കരുത് എന്നുള്ള വാർത്തയാണ് ഇതിനകത്ത് കൂടെ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഒരു ലോക്കൽ ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ് പറയുന്നത്, ഗൂഡല്ലൂർ, തമിഴ്നാട്ടിലുള്ള. പിന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ക്രാക്സ് ഡൗൺ ഇല്ലീഗൽ സെയിൽ ഓഫ് ടിക്കറ്റ്സ് ടു കോൾപ്ലേ. ഇത് അവിടെ കോൾപ്ലേയുടെയും ദിൽജിത്തിൻ്റെയും മറ്റേ പ്രോഗ്രാം നടക്കുന്ന ഇതിനകത്തെല്ലാം ഫേക്ക് ടിക്കറ്റ്സ് കൊണ്ട് ഒരുപാട് ഫേക്ക് ടിക്കറ്റ്സ് സെല് ചെയ്തു എന്നാണ് പറയുന്നത്. സോ അതാണ് ഇതിനകത്ത് മേജറായിട്ടുള്ള വാർത്തകൾ. സോ ഇമ്മീഡിയറ്റ്ലി അടുത്തത് സ്റ്റേറ്റ്സിൻ്റെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കുകയാണെങ്കിൽ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്. ഇതിനകത്ത് ഞാൻ സൈക്ലോൺ ഡാനയിലേക്ക് വരാം. എന്തായാലും ഇനി മുന്നോട്ട് പോകുന്ന ന്യൂസിൽ സൈക്ലോൺ ഡാനയെക്കുറിച്ച് വാർത്തകളുണ്ട്. സോ അതുകൊണ്ട് ഇപ്പം ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. BJP സീറോ കാഷ്വാലിറ്റി എന്ന് പറയുന്നുണ്ട്. സോ മൊത്തത്തിൽ ഡാനെ നന്നായിട്ടാണോ ഹാൻഡിൽ ചെയ്തെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത ഇതിനകത്ത് എടുക്കുന്നത്,
ട്രഡീഷണൽ നോളജ് എല്ലാം പ്രിസർവ് ചെയ്യപ്പെടണമെന്നാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പറയുന്നത്. She emphasized the need for documentation and standardization of knowledge held by villagers and tribals about herbs, plants with medicinal values in order to save information. So, നമ്മുടെ കാട്ടിലും ഫോറസ്റ്റിലുള്ള ട്രൈബൽസും ഇവരുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റേഷൻ, അതായത് ഇവരുടെ കയ്യിലുള്ള ഹെർബ്സിനെ കുറിച്ചും പ്ലാന്റ്സിനെ കുറിച്ചും അതിൻ്റെ മെഡിസിനൽ വാല്യൂസിനുള്ള അറിവ് നമ്മൾ റെക്കോർഡ് ചെയ്യണം അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ചെയ്യപ്പെടണം എന്നാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പറയുന്നത്. സോ ട്രഡീഷണൽ മെഡിസിൻസ് അതിൻ്റെ വാല്യൂസ് എല്ലാം ഷെയർ ചെയ്യപ്പെടണമെന്നാണ് ഇതിനകത്ത് പറയുന്നത്. ആൻഡ് മൂവിങ് ഓൺ, അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത. ഓക്കെ, ആൻഡ് പിന്നെ ഇതിനകത്ത് വരുന്നത് പൊളിറ്റിക്കൽ വാർത്തകളല്ലാണ്ട് ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഒരു ഇമ്പോർട്ടൻറ്റ് വാർത്തയുണ്ട്. മുസ്ലിം വിമൻ ക്യാൻ ക്ലെയിം ഡാമേജസ് ഫ്രം ബൈഗാമസ് ഹസ്ബൻഡ് റൂൾസ് മദ്രാസ് ഹൈക്കോർട്ട്. അതായത് ഒരു വിമൻ ഇവിടെ ഉണ്ട് ഓൾറെഡി. ഇമാജിൻ ദാറ്റ് ദർ ഇസ് എ വിമൻ, ലൈക്ക് ഒരു വിമൻ ഇവിടെ ഉണ്ട്. ഒരു വിമൻ ഓൾറെഡി ഒരു ഹസ്ബൻഡ് ഉണ്ട്, എക്സ് എന്ന് പറയുന്നത്. ഈ എക്സ് എന്ന് പറയുന്ന ആള് വേറൊരു വിമനും കൂടെ കല്യാണം കഴിക്കുകയാണ്. ആൻഡ് ഓൾറെഡി ഒരു ഭാര്യ എ ആണ്, രണ്ടാമത്തെ ഭാര്യ ബി ആണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇവിടെ പറയുന്നുണ്ട് ഡാമേജ്. അപ്പോൾ ഓൾറെഡി ഇയാൾക്ക് 2 ഭാര്യമാരുണ്ട്. അപ്പോൾ 2 ഭാര്യമാരുള്ളപ്പോൾ ഈ ഫസ്റ്റ് ഭാര്യ, അതായത് എ എന്ന് പറയുന്ന ആൾക്ക് ഇവർക്കും റൈറ്റ്സ് ഉണ്ട്. അതായത് റൈറ്റ്സ് സ്റ്റാർട്ടിങ് ഫ്രം ഡൈവോഴ്സ് എന്ന് പറയുന്നത് ട്രിപ്പിൾ തലാക്ക് വെച്ചിട്ട് വെറുതെ അങ്ങ് ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഡിവോഴ്സ് ചെയ്താൽ അതിൻ്റെ വാലിഡിറ്റി തീരുമാനിക്കാൻ കോടതി പോകേണ്ടി വരും. കോടതി തീരുമാനിക്കും അത് ഡിവോഴ്സ് ആണോ അല്ലേ എന്നുള്ളതും കൂടെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. രണ്ടാമത്തത്, ഇങ്ങനെ വരികയാണെങ്കിൽ എ എന്ന് പറയുന്ന എൻറ്റൈറ്റി, എക്സിനെ കല്യാണം കഴിച്ചിട്ട് രണ്ടാമത്തെ ഭാര്യ വന്നാലും എക്ക് ഡിവോഴ്സ് ആണെങ്കിൽ എക്കും ഡാമേജസ് കിട്ടാനുള്ള അധികാരം കോടതി കൊടുക്കുന്നുണ്ട്. അവിടെയാണ് ഇമ്പോർട്ടൻറ്റ്. A Muslim woman is entitled to claim damages compensation from her bigamous husband since his act would amount to inflicting mental harm on the other. രണ്ടാമത്തെ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഓൾറെഡി ആദ്യത്തെ ഭാര്യയ്ക്ക് മെന്റൽ ഹാം ഉണ്ടായി കഴിഞ്ഞു എന്നുള്ളത് കോടതി ഇവിടെ പറയുകയാണ്. സോ ആൻഡ് ഡെഫിനിഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് അണ്ടർ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 അതും എടുത്ത് പറയുന്നുണ്ട്. സോ അതിൽ എന്തെങ്കിലും വയലൻസ് വന്നാൽ ഈ ആക്റ്റും പ്രയോഗിക്കാം. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നമുക്ക് അപ്പം തന്നെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. സോ ഇതാണ് കോടതി തീരുമാനിക്കാം. അതായത് ഡിവേഴ്സും അതേപോലെ തന്നെയാണ്. ഡിവേഴ്സും ഇതെല്ലാം കോടതി തീരുമാനിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനത്തെ കല്യാണങ്ങളിൽ. സോ അത് മാരേജ് എന്ന ഇതിൽ ആസ്പെക്റ്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാവുന്ന ഒരു ആർട്ടിക്കിൾ തന്നെയാണ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ, ഫാമേഴ്സ് ഇൻ MP ഇന്ത്യ സോയാബീൻ സ്റ്റേറ്റ് ബാറ്റേഡ് ബൈ റെയിൻ ആൻഡ് ബിട്രേഡ് ബൈ പ്രൈസസ്. അവിടുത്തെ കാര്യമാണ് പറയുന്നത്. സോ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട 2-3 കോൺസെപ്റ്റ്സ് ഉണ്ട്. ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. ഇതിനകത്ത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ് പറയുന്നുള്ളതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. സോ സോയാബീൻ സ്റ്റേറ്റ് എന്ന് വിളിക്കാൻ കാരണം എന്താണെന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. സോ വാട്ട് ഈസ് ദിസ് കോൺസെപ്റ്റ് ഓഫ് APMC? അത് വളരെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കോൺസെപ്റ്റാണ്. എന്താണ് APMC അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റ് കമ്മിറ്റി? സോ ഇവിടെ ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഏജൻസിയും കൂടാണ്. APMC എന്ന് പറയുന്നത് ഇവിടുത്തെ സെയിലും ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏജൻറ്റും കൂടാണ്. ഓർത്ത് വയ്ക്കുക, APMC അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് മാർക്കറ്റിംഗ് കമ്മിറ്റി. സോ ഇതിനകത്ത് പറയുന്നത് മൊത്തം സോയാബീൻ മധ്യപ്രദേശാണ്. മധ്യപ്രദേശ് ഇസ് നോൺ ആസ് ദ ഇന്ത്യ സോയാബീൻ ക്യാപിറ്റൽ, പ്രൊഡ്യൂസസ് ദ ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് ക്രോപ്പ് ഇൻ ദ കൺട്രി ഫോളോഡ് ബൈ മഹാരാഷ്ട്ര. സോ ദ 2 states grow nearly 80% ഓഫ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സോയാബീൻ എന്ന് പറയുന്നത്, സോയാബീൻ്റെ ഇമ്പോർട്ടൻസ്, സോയാബീൻ മധ്യപ്രദേശ് കഴിഞ്ഞാൽ പിന്നെ മഹാരാഷ്ട്രയാണ് ഏറ്റവും ഹയസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സോയാബീൻ. ഇതും പ്രിലിംസിന് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാവുന്ന ക്വസ്റ്റൻ ആണല്ലോ. മധ്യപ്രദേശ് ഇസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് സോയാബീൻസ് ഇൻ ഇന്ത്യ. ട്രൂ ഓർ ഫാൾസ്? ട്രൂ ആണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. സോ അതുകൊണ്ടാണ് സോയാബീൻ സ്റ്റേറ്റ് എന്ന് വിളിച്ചിരിക്കുന്നത്. സോ അവിടുത്തെ ഫാമേഴ്സിന് ഒരുപാട്, പിന്നെ MSP എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. സോ MSP മിനിമം സപ്പോർട്ട് പ്രൈസ് എപ്പോഴും വാർത്തയിൽ വരാറുണ്ട്. സോ അവിടുത്തെ ഫാമേഴ്സിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. സോ പ്രൊഡക്ടിവിറ്റി ഇഷ്യൂസും പറയുന്നുണ്ട്. അവിടുത്തെ ഫാമേഴ്സിന് income of soybean farmers is productivity in terms of sowing area. സോ പ്രൊഡക്ടിവിറ്റി ഇഷ്യൂസ് പറയുന്നുണ്ട്. വളരെ ലോ ഈൽഡാണ് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ ഇവിടെ പറയുന്നുണ്ട്. വളരെ ലോ ഈൽഡാണ് ഇവിടെ കിട്ടുന്നത്. സോ അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സോ ഇതൊക്കെയാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ സോയാബീൻ ഇസ് ലാർജ്ലി ഇനി ഈ ക്രോപ്പിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലോ ഈൽഡാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ മധ്യപ്രദേശിൽ ഒരുപാട് ചലഞ്ചസും ഉണ്ട്. സോയാബീൻ്റെ കൾട്ടിവേഷനായിട്ട് ബന്ധപ്പെട്ടതിലും ഒരുപാട് ചലഞ്ചസ് ഇവിടെ പറയുന്നുണ്ട്. ഇനി അടുത്തത് ഇതിൻ്റെ ക്രോപ്പ് പൊട്ടൻഷ്യലാണ്. എന്താണ് സോയാബീൻ എന്ന് പറയുന്നത്? സോയാബീൻ ഇസ് ലാർജ്ലി സീൻ ആസ് എൻ ഓയിൽ സീഡ് ക്രോപ്പ്. സോ ഇതിൻ്റെ ഓയിൽ സീഡ് ക്രോപ്പായിട്ടാണ് കാണുന്നത്. സോ വേരിയസ് എഡിബിൾ ഓയിൽ ഇൻക്ലൂഡിങ്, സോ ഇത് യു ക്യാൻ ജസ്റ്റ് ടേക്ക് ഇറ്റ്.
In India, 6 to 7% of the soybean crop is produced for food. Source as vegetarian protein, it has all 9 amino acids. Vegetarians ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഇതും കൂടാണ് സോയാബീൻ എന്ന് പറയുന്നത്. സോ അത് 6 to 7% സോയാബീൻ ഫുഡായിട്ടാണ് ഉപയോഗിക്കുന്നത്, വെജിറ്റേറിയൻ പ്രോട്ടീൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. സോ മധ്യപ്രദേശിൽ ലോ ഈൽഡ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളുടെ UPSCയിൽ ആ ഒരു പെർസ്പെക്റ്റീവ് നമ്മൾ അറിഞ്ഞിരുന്നാൽ വളരെ നല്ലതാണ്. സോ ഇതിന് സോയാബീൻ്റെ ഫ്യൂച്ചർ എന്താ? ഇറ്റ് ഹാസ് ഗോട്ട് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ in the rising demand for high protein food. So definitely high protein foodന് വേണ്ടി ഇത് ഡിമാൻഡ് ചെയ്യപ്പെടും. സോ ഈ ആർട്ടിക്കിളിൽ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് എന്താണ് APMC എന്നുള്ളത് അറിയണം. അതേപോലെ എന്താണ് സോയാബീൻ്റെ ഇമ്പോർട്ടൻസ്, എന്ത് തരം സോയാബീൻ ക്രോപ്പാണ് നമ്മളിവിടെ കാണുന്നത്. അതേപോലെ വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് MSP, മിനിമം സപ്പോർട്ട് പ്രൈസ് എന്താണെന്ന് ഇതിൽ പറയുന്നുണ്ട്. അതേപോലെ അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് മെയിനായിട്ട് പറയുന്നത്. അപ്പോൾ സോയാബീൻ മധ്യപ്രദേശും മഹാരാഷ്ട്രയുടെയും സ്റ്റാറ്റിസ്റ്റിക്സ് മറക്കണ്ട, അതും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഓക്കെ, സോ ഐ തിങ്ക് ദിസ് പോയിന്റ് ഇസ് ഓൾസോ ക്ലിയർ. പിന്നെ അടുത്തത് നോ മോർ ട്രെക്ക് ഹാംലെറ്റ്സ്, ഇതെല്ലാം നമുക്ക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള വാർത്തകളായതുകൊണ്ട് നമ്മൾ കൂടുതൽ പോയിന്റ്സിലേക്ക് കടക്കുന്നില്ല, കൂടുതലും പൊളിറ്റിക്കൽ വാർത്തകളാണ്. പിന്നെ അടുത്ത നാഷണൽ ന്യൂസിലേക്ക് നമുക്ക് കടക്കാം. അടുത്തൊരു നാഷണൽ ന്യൂസിലേക്ക് തന്നെ നമുക്ക് നടക്കാം. സോ ജയശങ്കർ ഹെയിൽസ് മിലിറ്ററി ഡിപ്ലോമസി ഫോർ LAC പാക്ട്. ഇതും ഇന്നലത്തെ ചൈനയിലത്തെ വാർത്ത തന്നെയാണ്. നമ്മൾ ഈ ചൈന വാർത്ത മനസ്സിലാക്കുമ്പോൾ ഓൾവേസ് ഇപ്പോൾ തൽക്കാലം മനസ്സിലാക്കേണ്ടത് എന്താ, LAC ലൈൻ ഓഫ് കൺട്രോളിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ 2020 ഉണ്ടായിരുന്ന അതേ ഒരു പോസിറ്റീവ് ബന്ധമാണ് ഇനി കീപ്പ് ചെയ്യേണ്ടത്. സോ അതിനു വേണ്ടി എടുത്തു പറയുന്ന 2 കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി പറയുന്നത് ഡെപ്സാങ് ഡാൻചോക്ക് അല്ലെങ്കിൽ ദൻചോക്ക്, ഡെപ്സാങ്, ഡൻചോക്ക്, ഗൽവാൻ, ഈ പറയുന്ന സ്ഥലങ്ങളെല്ലാം നമുക്ക് മാപ്പിൽ നല്ലോണം അറിഞ്ഞിരിക്കണം എന്നുള്ളതും കൂടെ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2 സൈഡിലും നല്ല ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾ കൂടുതലും പറയുന്നത്. സോ ചൈന ആ ഒരു ആർട്ടിക്കിളിൽ നിങ്ങൾ ആ ഒരു കോൺസെപ്റ്റിൽ മനസ്സിലാക്കിയാൽ മതി. സോ ഹോസ്റ്റിലിറ്റീസ് ബെനിഫിറ്റ് നോ ബഡി സേസ് ഇന്ത്യ ഓൺ ഇസ്രായേൽ സെറ്റ് ഓൺ ഇറാൻ. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമല്ല. ഇതിലെടുത്ത് പറയുന്ന കാര്യങ്ങൾ ഹോസ്റ്റിലിറ്റീസ് ബെനിഫിറ്റ് നോ ബഡി. ഇങ്ങനെ ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ആർക്കും ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ ഇവിടെയും പ്രതികരിച്ചിട്ടുണ്ട്. ഓൾറെഡി കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ബ്രിക്സ് സമ്മിറ്റിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു ടോപ്പിക്കും കൂടാണ് ഗാസയിലെ പ്രശ്നവും ലെബനനിലെ പ്രശ്നവും. അപ്പോൾ ഇങ്ങനെ ഓൾറെഡി ഒരു പ്രശ്നം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതും ഒരു എല്ലാവരും കണ്ടം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അറ്റാക്ക് ശരിയായിട്ടുള്ള രീതി അല്ല എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട്. ഇന്ത്യ കുറേ കാലമായിട്ട് ഇസ്രായേലിനെതിരെ ഒന്നും പറയാതിരിക്കുകയാണ്, പക്ഷേ ഇപ്പോൾ ഇന്ത്യ ഹാസ് ആക്ച്വലി given its statement on that. Okay, so moving on, സ്റ്റേറ്റ്സിൽ ഏതെങ്കിലും ഒരു വാർത്ത ഞാൻ മിസ്സാക്കിയോ? ഇതിനകത്ത് there was actually one more important news on that. ഇതിൽ എനിക്ക് തോന്നുന്നത് ഇൻ്റർനാഷണൽ പേജിലാണെന്ന് തോന്നുന്നു. ഞാനത് ഗൊസാഡി എന്ന് പറഞ്ഞൊരു ഡാൻസ് ഫോമിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരു ഫേമസ് ആൾ മരിച്ചുപോയി എന്ന് പറയുന്നുണ്ട്. അത് ഇതിനകത്ത് ഇൻ്റർനാഷണൽ പേജിലാണോ എന്ന് എനിക്കറിയില്ല. സോ എന്താണ് ഈ ഗൊസാദി എന്ന് പറയുന്നത്? ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കുന്നതാണ്. അതൊരു ഡാൻസ് ഫോമാണ്. ഗോണ്ട് ട്രൈബ്സ്, അതായത് തെലങ്കാനയിലെ ഗോണ്ട് ട്രൈബ്സും അവിടുത്തെ കോളം ട്രൈബ്സും എല്ലാം കോളം ആൻഡ് ഗോണ്ട് ട്രൈബ്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡാൻസ് ഫോമാണ്. അവിടുത്തെ വളരെ കൾച്ചറലി ഡാൻസ് ഫോമാണ് ഗൊസാദി എന്ന് പറയുന്നത്. അത് ഇതിനകത്ത് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഇടയ്ക്ക് ഇൻ്റർനാഷണൽ പേജ് വായിച്ചപ്പോൾ ഈ എഡിഷൻ സ്വിച്ച് ചെയ്യാമല്ലോ, ഇതിപ്പോൾ ഡൽഹി എഡിഷനിൽ കിടക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇൻ്റർനാഷണൽ എഡിഷൻ വായിച്ചപ്പോൾ ഞാനത് കണ്ടിരുന്നു. ഇതിനകത്ത് ഇപ്പോൾ അത് കാണാനില്ല. കുറച്ച് ആർട്ടിക്കിൾസ് അതേപോലെ വ്യത്യാസം വരാറുണ്ട് അങ്ങനെ. സോ എന്തായാലും എഴുതിയതാണ്. അപ്പോൾ ഏതാണ്ട് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഇതെന്നുള്ളത് നോക്കി വെച്ചാൽ മതി. ഞാനത് പറഞ്ഞേ ഉള്ളൂ. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആധാർ ബേസ്ഡ് പേയ്മെൻറ്റ്. നമ്മൾ ഇന്നലത്തെ വാർത്ത തന്നെ ഡിസ്കസ് ചെയ്തതാണ്. ഇന്നലെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ആധാർ ബേസ്ഡ് സിസ്റ്റം എന്താണ്? ഓൾറെഡി ഞാൻ ഇന്നലെ പറഞ്ഞതാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. ഈ നറീഗയിൽ സ്കീമിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്കെല്ലാം ആധാർ ലിങ്ക് അക്കൗണ്ടിലൂടെയാണ് ഇവർക്കൊക്കെ പൈസ കിട്ടുന്നത്. അപ്പോൾ ഇവർക്ക് പല ആൾക്കാർക്കും ഇന്നലെ തന്നെ ഈ നറീഗ ലിസ്റ്റിൽ നിന്ന് തന്നെ ഏതാണ്ട് 40 ലക്ഷം 80 ലക്ഷത്തോളം ആൾക്കാർ പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷേ കറക്റ്റ് പോയതും വന്നതും മൈനസ് ചെയ്യുമ്പോൾ ഏതാണ്ട് 40 ലക്ഷത്തോളം ആൾക്കാർ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തായി. ഈ ലിസ്റ്റിൽ നിന്ന് പുറത്താവുന്നതിന് ഒരു പുറത്തായ കാരണം വേറെ. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടുന്നില്ല. അപ്പോൾ ഈ നറീഗ എന്ന് പറയുന്ന ഇതിനകത്തുനിന്നും ആധാർ ബേസ്ഡ് ആകുമ്പോൾ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് വേണം ഇത് കൊടുക്കാൻ. നമ്മുടെ പേരും ആധാറിലെ പേരും ഇതൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഫണ്ട് കിട്ടില്ല. അപ്പോൾ ഈ ടെക്നോളജി നറീഗയിൽ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതിൻ്റെ ഫണ്ട് കിട്ടാതെ വന്നപ്പോഴാണ് ഈ സ്കീം ഇതിൻ്റെ ഒരു ഫെയിലർ ആസ്പെക്റ്റ് ആയിട്ട് പറയുന്നത് ആധാർ ബേസ്ഡ് കാര്യം ഉപയോഗിക്കരുതെന്നാണ് ഇതിനകത്ത് പറയുന്നത്. സോ അതും ഇതിനകത്ത് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം.
പിന്നെ എടുത്തു പറയേണ്ടത് യു ക്യാൻ ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് എന്താണ് ഈ കോൺസെപ്റ്റ്. നാഷണൽ NMMS, നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം. അതിൽ കാണുന്നുണ്ട്, ഇത് നമുക്ക് കാണാൻ പറ്റും. നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റമാണ്. ഇതാണ് നെറിഗയിലെ വർക്കേഴ്സ്, ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അറ്റൻഡൻസ് ട്രാക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് നാഷണൽ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ NMMS എന്താണെന്നും കൂടെ നമുക്ക് ഓർത്തിരിക്കണം. സോ എന്താണ് ഇത്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണ്. സോ NMMS എന്താണെന്നും കൂടെ നമുക്ക് മനസ്സിലാണ്. അപ്പോൾ ആധാർ ബേസ്ഡ് ഇതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ദാറ്റ് വാസ് അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. ആൻഡ് പിന്നെ ഇതിനകത്ത് NPCIനെ കുറിച്ച് പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഇത് ഈ ആർട്ടിക്കിളല്ല, വേറെ ആർട്ടിക്കിളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർക്ക് ഗുണം ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് ഇതിനകത്ത് വരുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിനെ കുറിച്ചൊരു ആർട്ടിക്കിൾ പറയുന്നുണ്ട്. BJP പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ സെബി ബോർഡിൻ്റെ മാധവിപുരി ബുച്ച് എന്ന് പറയുന്ന ഇവരെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞതാണ്. ഇന്ത്യയുടെ ഗവൺമെൻറ് സ്കീമുകളും ഫിനാൻഷ്യൽ പ്രോഗ്രാംസ് എല്ലാം കറക്റ്റായിട്ട് പോയോ, ഫണ്ട് കറക്റ്റായിട്ട് വിനിയോഗിച്ചോ എന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഏജൻസിയാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്നുള്ളത്. 22 മെമ്പേഴ്സ് ഉണ്ട്. ആരാണ് എലക്ട് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞതിൽ മെയിനായിട്ടൊരു പവർ ഒപ്പോസിഷൻ ലീഡറിൽ നിന്ന്, ഒപ്പോസിഷൻ പാർട്ടിയിലെ പ്രധാന നേതാവിന് ഇത് സ്ക്രൂട്ടിനൈസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. CAG റിപ്പോർട്ട് വരെ ഇവർക്ക് സ്ക്രൂട്ടിനൈസ് ചെയ്യാനുള്ള പവറും ഉണ്ട്. അപ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്താണെന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. എന്നാലും നിങ്ങൾ ഒന്നുകൂടെ പോളിറ്റി റിലേറ്റഡ് ആംഗിളിൽ അത് വളരെ കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് സ്റ്റബിൾ ബേണിംഗ് ആണ്. സ്റ്റബിൾ ബേണിംഗ് ഒരുപാട് കുറഞ്ഞു എന്നാണ് പറയുന്നത്. സോ പഞ്ചാബിലും ഹരിയാനയിലും സ്റ്റബിൾ ബേണിംഗ് വളരെയധികം കുറഞ്ഞു എന്ന് പറയുന്നു. ഏതാണ്ട് 51% നമുക്ക് സ്റ്റബിൾ ബേണിംഗ് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഈ ആർട്ടിക്കിൾ എടുത്തു പറയുന്ന വേറൊരു കാര്യം ക്രോപ്പ് റെസിഡ്യൂ മാനേജ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിനകത്ത് എന്താണ് ക്രോപ്പ് റെസിഡ്യൂ മാനേജ്മെന്റ്? അപ്പോൾ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ഓൾറെഡി കുറേ ഡിസ്കസ് ചെയ്തതാണ്. ക്രോപ്പ് റെസിഡ്യൂ മാനേജ്മെന്റ്, സ്റ്റബിൾ ബേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൽഹിയിലുള്ള പൊല്യൂഷൻ്റെ പ്രധാന കാര്യത ഇതിൽ കത്തിക്കുന്നുണ്ട്. ഈ പ്ലാന്റ് ഒക്കെ ചെയ്തതിന് അല്ലെങ്കിൽ കൃഷി ചെയ്തതിനൊക്കെ ശേഷം ഇതിൽ കുറച്ച് റെസിഡ്യൂ ബാക്കി വരും. ഇത് ഇവർ പൊതുവെ കത്തിക്കുകയാണ് പതിവ്. ഇത് കത്തിച്ച് വൈക്കോലൊക്കെ ഇങ്ങനെ കത്തിച്ച് ഈ ലാൻഡ് പെട്ടെന്ന് ക്ലിയർ ചെയ്യാണ് ചെയ്യുന്നത്. അടുത്ത സമയമില്ലല്ലോ, അടുത്ത സീസൺ, ഹാർവെസ്റ്റിൻ്റെ സീസണിലേക്ക് അടുത്ത ക്രോപ്സ് ഇടാൻ വേണ്ടി ഇത് ഉടനെ തന്നെ കത്തിച്ച് കളഞ്ഞ് അത് ഒന്നുകൂടെ ബെറ്റർ ആക്കി എടുക്കുകയാണ് ലാൻഡ്. അപ്പോൾ ഇത് കത്തിക്കാൻ പാടില്ലെന്ന് സുപ്രീം കോടതി ഓർഡർ തന്നെയുണ്ട്. ഡൽഹിയിലെ പൊല്യൂഷൻ കാരണം മാത്രമല്ല, വളരെ പൊല്യൂട്ടിംഗ് ആണത്. അപ്പോൾ ഇതിനെതിരെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റബിൾ ബേണിംഗ് ഒരുപാട് കുറഞ്ഞു എന്നാണ് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത്. ഇപ്പോൾ അത് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റബിൾ ബേണിംഗ് എന്താണെന്നും കൂടെ, എന്തിനൊരു കത്തിക്കുന്നതെന്നും കൂടെ നമുക്കറിയണം. ഓക്കെ, പിന്നെ അടുത്തത് കാർഗോ മൂവ്മെൻറ്റ് റെസ്യൂംസ് ഇൻ ഫുൾ സ്വിങ്. വളരെ ഫുൾ സ്വിങ്ങിലാണ് കാർഗോ മൂവ്മെൻറ്റ് റെസ്യൂം ചെയ്തത് ബാംഗ്ലാദേശ് ബോർഡറിൽ. അപ്പോൾ ഇന്ത്യ ബാംഗ്ലാദേശ് ബോർഡറും, ബാംഗ്ലാദേശിലേക്ക് പോകാൻ വിസ ആവശ്യമുണ്ടോ, നേപ്പാളിലേക്ക് പോകാൻ വിസ ആവശ്യമുണ്ടോ, ഏതൊക്കെ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് വിസ വേണ്ടാത്തതുണ്ടെന്നും കൂടെ എപ്പോഴെങ്കിലും ഒരു ക്യൂരിയോസിറ്റിക്ക് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ ഇവിടെ നല്ല ബോർഡറിലെല്ലാം ട്രേഡ് കൃത്യമായിട്ട് പോകുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട ഫ്രണ്ട്ഷിപ്പ് ഗേറ്റ് എന്നുണ്ട്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലവും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. The place is called the Petrapole and the Petrapole and Benapole, അല്ലെങ്കിൽ ബെനപ്പോൾ അല്ലെങ്കിൽ പെട്രപ്പോൾ എന്നാണ് വായിക്കുന്നതെന്ന് തോന്നുന്നത്. സോ ഇത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ട്രേഡിംഗ് കൂടാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബിസിയസ്റ്റ് ലാൻഡ് പോർട്ട്സ് അലോങ് ദ ബാംഗ്ലാദേശ് ബോർഡർ ആസ് നിയർലി 70% ഏതാണ്ട് ഇന്ത്യ ബാംഗ്ലാദേശ് ട്രേഡിൽ, റോഡ് ട്രേഡിൽ അല്ലെങ്കിൽ ട്രേഡിൽ 70% ട്രേഡും കടന്നു പോകുന്ന പ്രധാനപ്പെട്ട സ്ഥലം ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് ദ പെട്രപ്പോൾ അല്ലെങ്കിൽ ബെനപ്പോൾ. സോ അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥലം. ബാക്കി നല്ല ട്രേഡ് നടക്കുന്നുണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ DY ചന്ദ്രചൂഡ് ഇനി ആകെ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. പുള്ളി പറയുന്നു GST കൊണ്ടുവന്നത് തന്നെ ക്ലാസിക് എക്സാമ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ഫെഡറലിസം ആണ്. സോ ദാറ്റ് ബ്രിങ്സ് അസ് ടു എ ലാർജർ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പോളിറ്റിയിലേക്ക് തിരിച്ചു പോകണം നമുക്ക്. അല്ലെങ്കിൽ തന്നെ ഇന്ത്യൻ പോളിറ്റിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് എന്താണ് ഫെഡറലിസം എന്ന കോൺസെപ്റ്റ്. നമുക്ക് ഓൾറെഡി അറിയാം, ഇന്ത്യയിൽ സെൻറ്റർ ആൻഡ് ഒരുപാട് സ്റ്റേറ്റ്സ് താഴേക്കുണ്ട്. ഈ സ്റ്റേറ്റ്സ് എല്ലാം സെൻറ്റർ പറയുന്നത് മാത്രമല്ലല്ലോ കേൾക്കുന്നത്, സ്റ്റേറ്റിനും അതിൻ്റെതായ ഒരുപാട് പവേഴ്സ് ഉണ്ട്. സോ ഇന്ത്യയിൽ സ്റ്റേറ്റും സെൻറ്ററും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കേട്ട് നല്ലൊരു സിസ്റ്റത്തിലാണ് പോകുന്നത്. സോ ഫെഡറലിസം എന്ന കോൺസെപ്റ്റ് എന്താണ്, നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക്കാണ്. എന്താണ് അസിമെട്രിക് ഫെഡറലിസം, ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് അസിമെട്രിക് ഫെഡറലിസം ഉണ്ടോ എന്ന് ചോദിച്ച ചോദ്യം ഉണ്ടായിരുന്നു. അതേപോലെ എന്താണ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത്. സോ ഈ
Cooperative federalism is a system of governance where the center and the states work together to iron out differences to achieve the common goal of development. ഇതിൽ പറയുന്നുണ്ട് ഇന്ത്യയും അതായത് ഞാനിവിടെ പറഞ്ഞല്ലോ സെൻറ്ററും താഴെയുള്ള സ്റ്റേറ്റും ഒരുമിച്ച് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും. ഈ ചലഞ്ചസ് എല്ലാം മറികടന്ന് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കോമൺ ഡെവലപ്മെന്റിന് വേണ്ടി ഒരുമിച്ച് സ്റ്റേറ്റും സെൻറ്ററും കൂടെ വർക്ക് ചെയ്യുന്നതാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നുള്ളത് ഇവിടെ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പ്രിലിംസിനും മെയിൻസിനും ഒക്കെ ചോദിക്കാവുന്നതാണ്. സോ ഇത് ഇങ്ങനെ മനസ്സിലാക്കി, ഒരറ്റത്ത് എപ്പോഴും സെൻറ്ററും മറ്ററ്റത്ത് എപ്പോഴും ഒരു സ്റ്റേറ്റും ചർച്ചയിലുണ്ടാവും. ചിലപ്പോൾ ഒരേ സമയത്ത് ഒരു സ്റ്റേറ്റ് അല്ല 2 സ്റ്റേറ്റോ 3 സ്റ്റേറ്റോ ഒക്കെ സെൻറ്ററിനെതിരെ പ്രതികരിക്കും. സോ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പറയുന്നുണ്ട് കോടതിയും, ഇതിൽ ബോത്ത് ഡയലോഗ്, ഇത് ഗവൺമെൻറ് മാത്രമല്ല കോടതിയും വളരെയധികം ഇമ്പോർട്ടൻ്റ് വഹിച്ചിട്ടുണ്ട് ഫെഡറലിസം ഡെവലപ്പ് ചെയ്യുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് ഇന്ത്യൻ ഫെഡറലിസത്തിന്. സോ കോടതിയും ഒരുപാട് റോള് വഹിച്ചിട്ടുണ്ട് ഇതിൻ്റെ തീരുമാനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാൻ. ഇതൊരു നല്ല മെയിൻസ് ക്വസ്റ്റ്യൻ കൂടാണ്. കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നു. വാട്ട് ഈസ് ദ റോൾ ഓഫ് കോർട്സ്? ഇന്ത്യയിൽ കോടതികളുടെ റോൾ എന്താണെന്നും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. എന്തായാലും ചീഫ് ജസ്റ്റിസ് പറഞ്ഞതല്ലേ, വാട്ട് ഈസ് ദ റോൾ ഓഫ് കോർട്സ് ഇൻ പ്രൊമോട്ടിംഗ് കോപ്പറേറ്റീവ് ഫെഡറലിസം ഓർ ഫെഡറലിസം ഇൻ ഇന്ത്യ? കോടതി എത്ര വലിയ പങ്കാണ് വഹിക്കുന്നത് എന്നുള്ളതും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അതൊരു ആർട്ടിക്കിൾ ഇവിടെ കഴിഞ്ഞു. അതും നമുക്ക് ഇതിനകത്ത് ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട ആർട്ടിക്കിളാണ്. പിന്നെ ഇതിനകത്ത് ഈ പേജ് കംപ്ലീറ്റ് ഇലക്ഷൻ റിലേറ്റഡ് വാർത്തയായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കുന്നില്ല. ന്യൂസ് ഇന്ന് കുറേ ന്യൂസ് പേജ് ഉണ്ട്. മൂവിങ് ഓൺ. ഓക്കെ, യെസ്. പിന്നെ ഇതിനകത്ത് അടുത്ത വരേണ്ടത് ഇതാണ്. 25 million പാൻഡമിക് ഫണ്ട് ഗോസ് ടു കർബ്. സോ ഇതിനകത്ത് പറയുന്നുണ്ട് യൂണിയൻ ഗവൺമെൻറ് ഹാസ് ലോഞ്ച്ഡ് a project to improve animal health security in partnership with, അതായത് ഒരുപാട് ഫണ്ട് $25 million ആണ് ആനിമൽ ഹെൽത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. ആനിമൽ ഹെൽത്ത് സെക്യൂരിറ്റി എന്ന് പറഞ്ഞതിന് മാറ്റി വെച്ചിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ പ്രധാനം എന്താണ് ഈ സൂണോട്ടിക് ഡിസീസസ് എന്ന് പറയുന്ന വാക്ക്? ക്യാൻ യു ടെൽ മീ വാട്ട് ഡു യു മീൻ ബൈ സൂണോട്ടിക് ഡിസീസസ്? വേറൊന്നുമില്ല, സൂണോട്ടിക് ഡിസീസസ് ആർ ഡിസീസസ് കോസ്ഡ് ബൈ ഐദർ വൈറസ്, ഒരു വൈറസ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പാരാസൈറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫംഗി കൊണ്ടോ ഉണ്ടാവുന്ന ഒരു ഡിസീസ് ഇനിയാണ് സൂനോട്ടിക് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ്സ് കോസ്ഡ് ബൈ വൈറസ്, ബാക്ടീരിയ, പാരസൈറ്റ് ഓർ എ ഫംഗി. ഇതിനാൽ ഉണ്ടാവുന്ന ഒരു ഡിസീസിനെയാണ് സൂനോട്ടിക് എന്ന് വിളിക്കുന്നത്. ആനിമൽ ഹെൽത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഇത്രയും വലിയ. അതിന് പ്രധാന കാര്യമുണ്ട്. ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് എല്ലാവരും ഒരുമിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. കണ്ടോ, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ട്, ഇതിനകത്ത് IMF ഉണ്ട്, അതേപോലെ വേൾഡ് ബാങ്കും ഉണ്ട്. സോ ഈ 3 ബാങ്കും എന്താണെന്നും ഇതിൻ്റെ വ്യത്യാസം എന്താണെന്നും നമ്മൾ പ്രിലിംസിന് വേണ്ടി അറിഞ്ഞിരിക്കണം. സോ ഇത് 3 പേരും കൂടെ ഒരുമിക്കുന്ന ഒരു ഫണ്ടും കൂടെ ആണ്. ഇറ്റ്സ് എ G20 പാൻഡമിക് ഫണ്ട് ടു ഇംപ്രൂവ് ആനിമൽ ഹെൽത്ത് ഇൻ ഇന്ത്യ. സോ ഇത് ആനിമൽ ഹെൽത്ത് സെക്യൂരിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അതേപോലെ സൂനോട്ടിക് ഡിസീസസ് ഇല്ലാതാക്കാൻ വേണ്ടിയും ഈ ഫണ്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞത്. ആനിമൽ ഹെൽത്തിനോടൊപ്പം സൂനോട്ടിക് ഡിസീസ് ഇല്ലാതിരിക്കാനും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഫണ്ടും കൂടാണിത്. സോ ആനിമൽ ഹെൽത്ത് സെക്യൂരിറ്റി കൂട്ടാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ അതേപോലെ റെസിലിയന്റ് ഫ്രെയിംവർക്ക് ടു സേഫ് ഗാർഡ് ദ കൺട്രി. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇതിനകത്ത് പറയുന്നത് പ്രധാനപ്പെട്ട സൂനോട്ടിക് ഡിസീസ് ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞു. ഏതൊക്കെയാണ് സൂനോട്ടിക് ഡിസീസ്, എന്തൊക്കെയാണ് ഈ സൂനോട്ടിക് ഡിസീസ് എന്ന് പറയുമ്പോൾ നമുക്ക് COVID-19 പറയാം. ഇതിനകത്ത് പറയുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നതാണ്. COVID-19 പറയാം. സൂനോട്ടിക് ഡിസീസ് ഈസ് എക്സാമ്പിൾ ഓഫ് മൊസ്കിറ്റോ വെക്ടേഴ്സ്, ഈഡിസ് അജിപ്റ്റി ആൻഡ് എഡിസ് ആൽബോപിക്ടസ്. സോ ഇതിന് പറയുന്നുണ്ട് ഇങ്ങനത്തെ ഡിസീസും വരാം. സൂനോട്ടിക് ഡിസീസ് എന്ന് പറയുമ്പോൾ COVID-19 വരാം. അതേപോലെ റാബീസ്, നമുക്ക് വേണമെങ്കിൽ റാബീസ് എടുക്കാം. അതേപോലെ COVID-19, റാബീസ് ആൻഡ് അതേപോലെ എബോള എടുക്കാം. എബോള ഇങ്ങനത്തെ ഡിസീസൊക്കെ സൂനോട്ടിക് ഡിസീസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വന്നത്. സോ ഇതിനകത്ത് പിന്നെ എടുത്തു പറയുന്ന വേറൊരു കാര്യമുണ്ട്. വേർ ഇസ് ദിസ് ഒരു ഇൻഡെക്സ് കണ്ടോ, ഗ്ലോബൽ ഹെൽത്ത് സെക്യൂരിറ്റി ഇൻഡെക്സ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ ഹെൽത്ത് സെക്യൂരിറ്റി? GHS ഇൻഡെക്സ് എന്താണ് ഗ്ലോബൽ ഹെൽത്ത് സെക്യൂരിറ്റി ഇൻഡെക്സ് അല്ലെ? ഗ്ലോബൽ ഹെൽത്ത് സെക്യൂരിറ്റി ഇൻഡെക്സ് എന്താണ് എന്നുള്ളതും കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. സോ അതൊരു ഹെൽത്ത് സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ളൊരു ഫേമസ് ആയിട്ടുള്ളൊരു ഹെൽത്ത് സെക്യൂരിറ്റിയാണ് ഇവിടെ ഏറ്റവും ഫേമസ് ആയിട്ട് വരുന്ന ഒരു കാര്യം. ഹെൽത്ത് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് വരുന്നത്. ഏതാണ്ട് 195 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഹെൽത്ത് സെക്യൂരിറ്റി എങ്ങനെ മെഷർ ചെയ്യുന്നു എന്നുള്ളൊരു ഇൻഡെക്സും കൂടാണ് ഇത് നടത്തുന്നത്. ഈ ഇൻഡെക്സിൻ്റെ ചോദ്യം UPSCക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യമാണ്. സോ നോക്കണം ഈ ഇൻഡെക്സ് എങ്ങനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്കി. ഇത് കൊണ്ടുവന്ന ഏജൻസിയുടെ പേര് തന്നെ NTI എന്നാണ്. ദാറ്റ് മീൻസ് ന്യൂക്ലിയർ ത്രെറ്റ് ഇനിഷ്യേറ്റീവ് എന്നാണ് NTI.
ഇതിനകത്ത് കിടപ്പില്ല, ഞാൻ ഫർദർ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ, എഴുതി എടുക്കാന്നേ ഉള്ളൂ. ന്യൂക്ലിയർ ത്രെറ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞ ഇതാണ് ഈ ഗ്ലോബൽ ഹെൽത്ത് സെക്യൂരിറ്റി ഇൻഡെക്സ് എടുക്കുന്നത്. ഹെൽത്ത് സെക്യൂരിറ്റി എത്രത്തോളം ബെസ്റ്റ് ആണെന്നാണ് ഇതിനകത്ത് അളക്കുന്നത്. അപ്പോൾ അതാണ് ഇതിനകത്ത് മെയിനായിട്ട് വന്ന പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആൻഡ് ED അറ്റാച്ചസ് 163 കോടി രൂപയാണ് അസറ്റ്സ്. വെസ്റ്റ് ബംഗാളിൽ റിക്രൂട്ട്മെന്റ് ഒരുപാട് ആൾക്കാരെ, എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരെ ഗ്രൂപ്പ് സി ആൻഡ് ഗ്രൂപ്പ് ഡി തസ്തികകളിൽ സ്കൂളുകളിൽ, സ്റ്റേറ്റ് സ്കൂളുകളിലേക്ക് അപ്പോയിന്റ് ചെയ്ത ഒരുപാട് ആൾക്കാരെ പൈസ വാങ്ങിച്ച് അപ്പോയിന്റ് ചെയ്ത് അവരെയൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെയൊക്കെ പ്രോപ്പർട്ടി കണ്ടു കെട്ടിയിട്ടുണ്ട്. ഏതാണ് 163 കോടി രൂപയുടെ പ്രോപ്പർട്ടി ഇവരുടെയൊക്കെ കണ്ട് തിരിച്ച് എടുത്തെടുത്തിട്ടുണ്ട്. സോ അതും ഇടയ്ക്കിടയ്ക്ക് ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇതൊക്കെ സാധിക്കും എന്നുള്ള വാർത്ത നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അടുത്തത് ഡൗൺ സ്ലൈഡ് ഇൻ ഫ്രീഡം, പ്രസ് ഫ്രീഡം. എന്താണ് പ്രസ് ഫ്രീഡം? എൻറാം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വളരെ സീനിയർ ആയിട്ടുള്ളൊരു വെറ്ററൻ ജേർണലിസ്റ്റ് ആണ്. പഴയ ഹിന്ദുവിൻ്റെ ചീഫ് എഡിറ്ററും കൂടാണ്. ഹിന്ദുവിൻ്റെ പഴയ ചീഫ് എഡിറ്ററും കൂടാണ് എൻറാം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ പ്രസ് ഫ്രീഡം വളരെ കുറവാണെന്നാണ് എൻറാം പറയുന്നത്. ഇത് മാത്രമല്ല, ഇതിലൊരു ഇൻഡെക്സ് കൂടെ പറയുന്നുണ്ട്, വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ്. എന്താണ് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് കൂടെ ഇതിന് പറയുന്നുണ്ട്. യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ്. അതായത് ഇന്ത്യയുടെ റാങ്ക് ഒരുപാട് കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. യു ക്യാൻ ജസ്റ്റ് ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്. യെസ്, freedom of 2014, India had gone down from, yes, world press freedom. ഇതാണ് വേൾഡ് പ്രസ് ഫ്രീഡം. ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 159 മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസം. 159 രാജ്യങ്ങളിൽ മാത്രം, മൊത്തം 180 രാജ്യങ്ങളിൽ കണ്ടുപിടിക്കുമ്പോഴാണ് ഇന്ത്യയുടെ റാങ്ക് 159 ആയിട്ട് കുറഞ്ഞത്. ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത് വേൾഡ് പ്രസ് ഇൻഡെക്സ് പബ്ലിഷ് ചെയ്യുന്ന ഏജൻസിയുടെ പേര് RSF എന്നാണ്. ഇറ്റ്സ് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്, ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് അവരാണ് വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ഇറക്കുന്നത്. ഇന്ത്യ ഒരുപാട് ബാക്കിലാണെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയിൽ പ്രസ് ഫ്രീഡം കുറവാണെന്ന് പറയുന്നത് ഒരുപാട് ജേർണലിസ്റ്റുകളെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ന്യൂസ് പബ്ലിഷ് ചെയ്തതിനൊക്കെ കൊന്നുകളഞ്ഞു. അപ്പോൾ അതും ഒരു ഇതായിട്ട് പറയുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മാത്രമല്ല, ഒരുപാട് ആൾക്കാരെ ഇങ്ങനെ 19 ജേർണലിസ്റ്റ് ഹാവ് ബിൻ മർഡർ ഇൻ കണക്ഷൻ വിത്ത് ദ വർക്ക്. ന്യൂസ് പബ്ലിഷ് ചെയ്തതിന് 19ഓളം ജേർണലിസ്റ്റുകൾ ഇന്ത്യയിൽ കൊന്നുകളഞ്ഞു. പിന്നെ ഇന്ത്യയിൽ പ്രോപ്പറായിട്ടുള്ളൊരു നിയമം ഇല്ല, അല്ലെങ്കിൽ എഴുതാൻ വേണ്ടി. പിന്നെ അതേപോലെ അല്ല, ഒരുപാട് പത്രക്കാരുടെ ആൾക്കാരെ എല്ലാം സ്പൈവെയർ, പെഗാസസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പെഗാസസ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് എല്ലാവരെയും സ്പൈ ചെയ്തു. അപ്പോൾ പ്രസ് ഫ്രീഡം ഒന്നും ഇല്ല എന്നാണ് എൻറാം പറയുന്നത്. നമുക്ക് അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ഏറ്റാന്ന് വെച്ചാൽ എന്താണ് WPF എന്നുള്ളത്. WPF ഇൻഡെക്സ്. കുറച്ച് മുന്നേ നമ്മൾ വേറെ ഇൻഡെക്സ് പഠിച്ചു. കുറച്ച് മുന്നേ നമ്മൾ പഠിച്ച ഇൻഡെക്സ് എന്താ? ഗ്ലോബൽ ഹെൽത്ത് സെക്യൂരിറ്റി ഇൻഡെക്സ് ആണ് പഠിച്ചത്. ഈ ഇൻഡെക്സുകളെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാം. നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്ത, മിസ്റ്റീവിയസ് പ്രൊവക്കേഷൻ ആൻഡ് പൊളിറ്റിക്കൽ പ്രൊപ്പഗാൻഡ, ഇന്ത്യ സ്ലാംസ് പാകിസ്ഥാൻ അറ്റ് UN സെക്യൂരിറ്റി കൗൺസിൽ. ഇതിനകത്ത് ഇന്ത്യയുടെ പെർമനൻറ്റ് അംബാസിഡർ, ഇന്ത്യസ് പെർമനൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ടു UN. അപ്പോൾ അതെന്താണ് ഈ പദവി? ഇന്ത്യസ് പെർമനൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ടു UN അംബാസിഡർ എന്ന് പറയുമ്പോൾ എന്താ? P. ഹരീഷാണത്. UN ഏറ്റവും വലിയ ഹയസ്റ്റ് ഫോം ഓഫ് ഒരു അപ്പോയിൻമെൻറ്റ് തന്നെയാണ്. യുണൈറ്റഡ് നേഷൻസിൽ ഇന്ത്യയുടെ പെർമനൻറ്റ് മെമ്പർ എന്ന് പറയുമ്പോൾ, ഇന്ത്യസ് പെർമനൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ടു UN എന്ന് പറയുമ്പോൾ അത് വലിയൊരു പോസ്റ്റാണ്. അത് ഇന്ന വർഷം ഒന്നുമില്ല, ഗവൺമെൻറ്റിന് എപ്പോൾ വേണം മാറ്റി കൊണ്ടുവരാം. സോ ഇതിനകത്ത് പറയുന്നുണ്ട്, ഇതിൽ പറയുന്ന പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ WPS എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്താണ് WPS? അതിൻ്റെ നല്ലൊരു ഇമ്പോർട്ടൻറ്റ് ഒരു കോൺസെപ്റ്റാണ്, നമുക്ക് ഓർത്ത് വയ്ക്കാവുന്നതാണ്. വിമൻ പീസ് ആൻഡ് സെക്യൂരിറ്റി അജണ്ട. വിമൻ പീസ് ആൻഡ് സെക്യൂരിറ്റി ആണ് WPS അജണ്ട എന്ന് വിളിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച നടക്കുന്നുണ്ട്. സോ ആസ് പെർ ദ ഡേറ്റ, പാകിസ്ഥാൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ സബ്ജക്റ്റ് ടു, ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ പാകിസ്ഥാനിലുള്ള മൈനോറിറ്റീസ്, നമ്മൾ ഇന്ത്യയിൽ മെജോറിറ്റി ഹിന്ദുസും മൈനോറിറ്റി മുസ്ലിംസ് എന്ന് പറയുന്ന പോലെ പാകിസ്ഥാനിൽ മെജോറിറ്റി മുസ്ലിംസും മൈനോറിറ്റി ഹിന്ദുസ് മാത്രമല്ല, അവിടെ നോക്കാൻ പറ്റും മൈനോറിറ്റി ഹിന്ദുസ്, സിഖ്സ് ആൻഡ് ക്രിസ്ത്യൻസ്. അവിടുത്തെ സ്ത്രീകളുടെ അവസ്ഥ പാകിസ്ഥാനിൽ വളരെ മോശമാണെന്നാണ് പറയുന്നത്. കാരണം അവിടുത്തെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ പറയുന്നുണ്ട്, അവരെ അബ്ഡക്റ്റ് ചെയ്ത് തട്ടിക്കൊണ്ടുപോയും ഫോഴ്സ്ഡ് ആയിട്ട് കൺവേർഷൻ നടത്തുകയും അതേപോലെ ഫോഴ്സ്ഡ് ആയിട്ട് കല്യാണം നടത്തുകയും ചെയ്യുന്നുണ്ട്. സോ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇന്ത്യ സ്ലാംഡ് പാകിസ്ഥാൻസ് മിസ്റ്റീവിയസ് പ്രൊവക്കേഷൻ, അവിടെ ഒന്നും സെക്യൂർഡ് അല്ല എന്നുള്ളത്. അപ്പോൾ WPS എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കുക. പ്ലീസ് ട്രൈ ടു റിമെമ്പർ വാട്ട് ഈസ് ദിസ് കോൺസെപ്റ്റ് ഓഫ് WPS. വിമൻ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. അത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. അതാണ് ഇതിനകത്ത് ബാക്കി വന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. NTA എന്ന് പറയുന്നത് റിമൂവ് ചെയ്ത ഒരാളാണ്, അയാളെ പിന്നെയും അടുത്ത ആളെ പ്ലേസ് ചെയ്തു എന്നുള്ളതാണ്. സോ
വലിയ അത്ര ഇമ്പോർട്ടൻറ്റ് കാര്യമായിട്ട് തോന്നിയില്ല. ബിസിനസ് പേജിൽ എല്ലാം ബാങ്കുകളുടെയും പ്രൈവറ്റ് കമ്പനികളുടെയും പ്രോഫിറ്റ് കൂടുന്നു, പ്രോഫിറ്റ് കുറയുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് കൂടുതലും ഇതിനകത്ത് കാണാൻ പറ്റുക. സോ രത്തൻ ടാറ്റയുടെ ഒരു ഇതുണ്ട്. രത്തൻ ടാറ്റ ഹാഡ് സെക്കൻഡ് തോട്ട്സ് അബൌട്ട് മിസ്റ്ററി സൂട്ടബിലിറ്റി അറ്റ് ടാറ്റ സൺസ് ചെയർമാൻ. അത് ടാറ്റയുടെ കാര്യമാണ്, നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. ഞാൻ പിന്നെ UPSC റിലേറ്റഡ് ആയിട്ട് പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഇന്നത്തെ മേജർ കാര്യങ്ങൾ മുഴുവൻ ഓക്യുപ്പൈ ചെയ്യുന്നത് സയൻസ് റിലേറ്റഡ് ആണ്. സോ ഞാൻ ആക്ച്വലി വിചാരിക്കുന്നത് ഇത് മൊത്തം സയൻസിന് വേണ്ടി തന്നെ നമുക്ക് ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് സയൻസ് അത്രയും അധികം സയൻസിൻ്റെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എല്ലാം കൂടെ നമുക്ക് ഒറ്റയടിക്ക് ഇത് എടുക്കാൻ നിന്നാൽ ഇത് ഞാൻ വേണമെങ്കിൽ എല്ലാം ഒന്ന് സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇതിൻ്റെ കോൺസെപ്റ്റ് പറയുന്നത്, ഇതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് സ്റ്റെം സെൽസിനെ കുറിച്ചിട്ടാണ്. ഡീമിസ്റ്റിഫൈ ദ ഫേറ്റ് ഓഫ് ഡൊണേറ്റഡ് സ്റ്റെം സെൽസ്. ഇതിനകത്ത് നമ്മൾ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. എന്താണ് സ്റ്റെം സെൽസ് എന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. എന്താണ് സ്റ്റെം സെൽസ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനകത്ത് പറയുന്നത്, ഞാൻ ഓരോ ആർട്ടിക്കിളിലേക്ക് തിരിച്ചു വരാം. അതിന് മുന്നേ ഞാൻ ഓരോ ആർട്ടിക്കിൾ, ഇത് സ്റ്റെം സെൽസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്റ്റെം സെൽസ് ഡോണേഴ്സിനെ കുറിച്ച് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. പിന്നെ ഇത് പോളിയോ വാക്സിൻ്റെ ഇമ്പാക്റ്റിൽ, പോളിയോ വാക്സിൻ, വാക്സിൻ ഡിറൈവ്ഡ്, ഇതിൽ പല ടൈപ്പ് ഓഫ് പോളിയോ വാക്സിൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ പോളിയോ വാക്സിൻ കഴിച്ചിട്ട് വാക്സിനിൽ നിന്നും കുട്ടിക്ക് അസുഖം ഉണ്ടാവുന്ന ഒരു റെയർ സിറ്റുവേഷൻ ഉണ്ടായി. പക്ഷേ WHO ഇത് എവിടെയും പറഞ്ഞില്ല. കാരണം ഇനി ആരും വാക്സിൻ എടുക്കാതിരിക്കുള്ളൂ എന്ന് പേടിച്ചിട്ട് ഇതാരും പുറത്തു വിട്ടില്ല. സോ ആ ഒരു ആർട്ടിക്കിളാണ് ഇത് പറയുന്നത്. ഇറ്റ്സ് വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ്. വാക്സിനിൽ നിന്നും പോളിയോ വൈറസ് വരുന്ന ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട്. ആൻഡ് അതാണ് ഇതിനകത്ത് വന്നത്. പിന്നെ അതേപോലെ H5N1, അതായത് ബേർഡ് ഫ്ലൂ പകരുന്ന ഈ വൈറസാണ് ഇത്. ഈ വൈറസ് എങ്ങനെയാണ് ഇത് ആൾക്കാരിലേക്ക് പടരുന്നത് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് DNA. ഞാൻ ഓരോന്നായിട്ടും എക്സ്പ്ലെയിൻ ചെയ്യണ പോകണോ, എങ്ങനെയാണ് സയൻസിൻ്റെ ഒരു സെപ്പറേറ്റ് കോൺടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ വേണമെങ്കിൽ സയൻസിൻ്റെ മാത്രമായിട്ടുള്ള കമ്പൈലേഷൻ എന്ന രീതിയിൽ മേജർ സയൻസ് വാർത്തകൾ ഒരു സെപ്പറേറ്റ് കറണ്ട് അഫയേഴ്സ് ഇതായിട്ട് നമുക്ക് ചെയ്യാമെന്ന് വിചാരിക്കണം ഞാൻ. കാരണം ഇത് ഞാനൊരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ ഓരോന്നായിട്ട് പഠിപ്പിച്ച് പോകണമെങ്കിൽ പഠിപ്പിച്ച് പോവാം, വളരെ സിമ്പിളായിട്ട് പറഞ്ഞു പോവാം, അതായിരിക്കും നല്ലത്. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെക്കാട്ടും കോൺസെപ്റ്റ് പഠിപ്പിക്കുന്നതിനെക്കാട്ടും ഇത് പറഞ്ഞു പോകുന്നതായിരിക്കും നല്ലത്. സോ ഇതിൽ എന്താണ് സെൽ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത്, അത് ഈ കോൺസെപ്റ്റിൽ നിങ്ങൾ എന്താണ് സ്റ്റെം സെൽസ് എന്നും കൂടെ അറിഞ്ഞിരിക്കണം. സോ യെസ്, അതായത് എവിടെയാണ് ഇതിനകത്ത് ഇത് മാത്രമല്ല, സ്റ്റെം സെൽസ് മാത്രമല്ല, ദർ ഇസ് അനദർ ആർട്ടിക്കിൾ ഓൺ ബോണി മാരോയും കൂടെ ഉണ്ട്. ഞാൻ എല്ലാം ഒന്ന് ബേസിക്കലി ഒന്ന് പറഞ്ഞു പോവാം. മിനി പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ എന്താണ് ഈ മിനി പ്രോട്ടീൻ, അല്ലെങ്കിൽ ഇറ്റ്സ് കോൾഡ് എ മിനി പ്രോട്ടീൻ. എന്താണ് ഈ മിനി പ്രോട്ടീനിൻ്റെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ നെക്റ്റിൻ 4 എന്ന് പറയുന്ന എന്താണ് ഇത് ഉപയോഗിക്കുന്നത്, ഇതെങ്ങനെയാണ് ക്യാൻസറിനെ, ട്യൂമറിനെ, ഇറ്റ്സ് കോൾഡ് കുറച്ചും കൂടെ സർട്ടിഫൈഡ്, അതായത് വളരെ കൃത്യമായിട്ട് നമുക്കിനത് കാണാൻ പറ്റും. വളരെ കൃത്യമായിട്ട് ഇറ്റ്സ് കോൾഡ്, പേര് ഞാൻ മറന്നുപോയി, ഇതിനകത്ത് ഉണ്ടായിരുന്നു അത്, ടാർഗറ്റിംഗ്, വളരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നത്. സോ എങ്ങനെയാണ് നമുക്ക് ക്യാൻസറിനെ ബെറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത്, നെക്റ്റിൻ 4 എന്നുള്ളതും ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതേപോലെ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർപ്ഷൻ, അതും വളരെ നന്നായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് കടലിൽ തന്നെ 2 ലെയർ ഉണ്ട്. മുകളിലത്തെ ലെയർ കാർബൺ ഡൈ ഓക്സൈഡ് കടൽ സീ വാട്ടർ ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ദർ ഇസ് എ ഗുഡ് അബ്സോർബർ. അങ്ങനെ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. മുകളിലത്തെ വെള്ളത്തിൻ്റെ മുകളിലത്തെ ലെയർ കുറച്ചും കൂടെ കൂളറാണെന്നാണ് പറയുന്നത്. താഴത്തെ വെള്ളത്തിനെക്കാട്ടും കുറച്ചും കൂടെ കൂളറാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ മുകളിലത്തെ ഇറ്റ്സ് കൂളർ ദാൻ ദ റെസ്റ്റ്. അപ്പോൾ മുകളിലത്തെ എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡ് മുകളിൽ നിന്ന് വരുമ്പോൾ ഈ ഓഷ്യൻസ് ഭയങ്കരമായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മുകളിൽ കൂൾ വാട്ടർ ഉള്ളപ്പോൾ, താഴത്തെ വെള്ളത്തിനെക്കാട്ടും മുകളിൽ കുറച്ചും കൂടെ കൂൾ വാട്ടർ ഉള്ളപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വെള്ളം ഭയങ്കരമായി അബ്സോർബ് ചെയ്യുന്നുണ്ടെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതാണ് ഓഷ്യൻ സ്കിൻ, ഇറ്റ്സ് ഫ്രാക്ഷണലി കൂളർ ദാൻ ദ റെസ്റ്റ്. ഇതിൽ പറയുന്നുണ്ട് യെസ്, സട്ടിൽ ടെമ്പറേച്ചർ ഡിഫറൻസ് അലോ മോർ കാർബൺ ഡൈ ഓക്സൈഡ് ടു ബി അബ്സോർബ്. കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് മുകളിൽ അബ്സോർബ് ചെയ്യുന്നുണ്ടെന്നാണ് ഇതിനകത്ത് പറയുന്നത്. സോ അതാണ് ഇതിനകത്ത് വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ യെസ്, DNA അനാലിസിസ് ഇൻ ന്യൂ ബോൺസ്, ഇതും എടുത്തു പറയുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ജീനോം സീക്വൻസിങ്. ഒരു ടോപ്പിക്കാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. എന്താണ് ജീനോം സീക്വൻസിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്.
അപ്പോൾ ഇതിന് മനസ്സിലാക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് DNA എന്താണെന്ന് മനസ്സിലാക്കണം. സോ ജീനോം സീക്വൻസിങ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ഹോൾ ഇതെന്ന് പറയുന്ന വലിയൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ആണെന്ന് വിചാരിക്കുക. ഭയങ്കര വലിയൊരു ബുക്ക്, കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള വലിയൊരു ഇൻസ്ട്രക്ഷൻ മാനുവലാണ്. സോ ജനറ്റിക് ജീനോം സീക്വൻസ് എന്ന് പറയുന്ന ആ ഫുൾ ഇൻസ്ട്രക്ഷൻ മാനുവലാണ്, കംപ്ലീറ്റ് എങ്ങനെയാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അത്ര എക്സോസ്റ്റീവ് ആണ്. സോ ഈ ജനറ്റിക് ഡിസീസസ്, എസ്പെഷ്യലി ജനറ്റിക് ഡിസീസസ് ഒക്കെ നമുക്ക് നല്ലോണം പ്രെഡിക്റ്റ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റുന്നതാണ്. ജീനോം സീക്വൻസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സോ ഇതിലെന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ പുതിയ ന്യൂ ബോൺ കുട്ടികളുടെ, വളരെ ന്യൂ ബോൺ ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ DNA അനലൈസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് ജീനോം സീക്വൻസിങ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പറയുന്നുണ്ട് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് 60ഓളം അസുഖങ്ങൾ മാത്രമല്ല, നമുക്ക് ഒരുപാട് അസുഖങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾക്ക് സംഭവിക്കാൻ ചാൻസ് ഉള്ള മ്യൂട്ടേഷനോ അല്ലെങ്കിൽ എന്തൊക്കെ കോമ്പിനേഷൻ ഓഫ് അസുഖം അല്ലെങ്കിൽ ഡിസീസസ് കുട്ടിക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റി, അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു കാര്യമല്ലേ. സോ ഇതിൽ പറയുന്നുണ്ട് ടെക്നോളജി ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ഡിറ്റക്ട് thousands ഓഫ് ജനറ്റിക് ഡിസീസസ് ഫാർ മോർ ദാൻ അപ്രോക്സിമേറ്റ്ലി 60 ഡിസോർഡർ. 60 സാധാരണ 60ഓളം ജനറ്റിക് ഡിസോർഡേഴ്സോ ഡിസീസസോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു പുതിയ കുട്ടികളിൽ. സോ കറക്റ്റായിട്ട് ടെക്നോളജി ഉപയോഗിച്ച് ജീനോം സീക്വൻസിങ് ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് എത്രയോ thousands ഓഫ് ജനറ്റിക് ഡിസീസസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതൊരു വലിയ ഇതാണ്. അപ്പോൾ ഈ അടുത്തൊരു കുട്ടിക്ക് ജനിച്ചപ്പോൾ തന്നെ അതിന് ആ ഒരു വളരെ സിവിയർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നപ്പോൾ ഇത് ചെയ്ത് അതിന് അപ്പം തന്നെ അത് കറക്റ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതും ഒരു വലിയൊരു ബ്രേക്ക് ത്രൂ ആയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ അതാണ്. അപ്പോൾ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് എന്താണ്, നിങ്ങൾ ബേസിക്കലി എന്താണ് DNA എന്ന് മനസ്സിലാക്കിയിരിക്കണം. ഡബിൾ ഹെലിക്സ് ഒക്കെ ആണെങ്കിലും ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഹിയർ ഇസ് ജീനോം സീക്വൻസിങ്. അതും നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, സോ ഇതാണ് പ്രധാനപ്പെട്ട വാർത്ത ഇതിനകത്ത് പറയുന്നത്. കൂൾ വാട്ടറും ഇത് ഞാൻ പറഞ്ഞു. പിന്നെ നമുക്ക് ട്രാൻസ്പ്ലാന്റ് റെസിപ്പിയൻസ് നമുക്ക് പറയാം. നമുക്ക് എന്താണ് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് ഈ സ്റ്റെം സെൽസ് എന്നുള്ളതും കൂടെ നിങ്ങൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ എന്താണ് ബോൺ മാരോ? നമ്മളെല്ലാവരും ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ, സോ അവിടെ ഈ നമ്മുടെ ബ്ലഡ് ക്യാൻസർ ആയിട്ട് ബന്ധപ്പെട്ട ലുക്കേമിയ, ലിംഫോമയ്ക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബോൺ മാരോ ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ബ്ലഡ് ക്യാൻസർ പോലത്തെ. സോ അതിൽ സ്റ്റെം സെൽ എന്ന് പറയുന്നത് എന്താണ്? സോ സ്റ്റെം സെൽസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ഫാക്ടറി. സ്റ്റെം സെൽസ് വളരെ സിംപ്ലി പറയുകയാണെങ്കിൽ അതൊരു ഫാക്ടറി പോലെയാണ്. എന്താണ് ഫാക്ടറിയിൽ ചെയ്യുന്നത്? ഇറ്റ്സ് ലൈക്ക് എ ഫാക്ടറി വെർ ഓൾ ബ്ലഡ് സെൽസ് ആർ പ്രൊഡ്യൂസ്ഡ്. അല്ലെങ്കിൽ എല്ലാ ബ്ലഡ് സെൽസും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, റെഡ് ആണെങ്കിലും റെഡ് ബ്ലഡ് ഇതാണെങ്കിലും വൈറ്റ് ആണെങ്കിലും അതേപോലെ പ്ലേറ്റ്ലെറ്റ്സ് ആണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുന്നത്. സോ ഇവർ ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഒക്കെ നടത്തിയ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഈ സ്റ്റെം സെൽസ് വഴി ഡൊണേറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. അത് വർഷങ്ങളുടെ മുന്നേ ചെയ്ത ആൾക്കാരും ഇപ്പോൾ ഏതാണ്ട് 46 വർഷം വരുന്നുണ്ട്. 46 വർഷം മുന്നേ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. 46 വർഷം മുന്നേ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ആൾക്കാർ ഇത്രയും വർഷം കഴിഞ്ഞ് അവർ തിരിച്ചു നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി മ്യൂട്ടേഷൻ നടന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതെങ്ങനെ ഇത് മാറിയോ, അല്ലെങ്കിൽ സ്റ്റെം സെൽസ് ഒക്കെ ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ എഫിഷ്യൻസി ഉണ്ടോ എന്നൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് 46 വർഷം മുന്നേ ഉള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത് നോക്കി. ഇത്രയേ ഉള്ളൂ. ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങളൊരു പ്ലാന്റ്, ഒരു ചെടി അല്ലെങ്കിൽ ഒരു തൈ, നമ്മുടെ ഗാർഡനിലുള്ള ഒരു തൈയോ ഒരു ചെറിയ ചെടിയോ നിങ്ങളുടെ കൂട്ടുകാരന് കൊടുത്തു. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി. നിങ്ങളുടെ കൂട്ടുകാരന് കൊടുത്തു. നിങ്ങളുടെ ഇരുന്ന വലിയൊരു ചെടിയാണ്. ഇതിൻ്റെ ഒരു ചെറിയ തൈ, ഒരു തണ്ടോ എടുത്തിട്ട് നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ഗാർഡനിൽ കൊണ്ടുവച്ചു. അത് കൃത്യമായി വളർന്നു വന്നു. ഇനി ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി അത് വേറൊരു എൻവയോൺമെൻറ്റിലല്ലേ വളർന്നിട്ടുണ്ടാവുക. അപ്പോൾ അതിൻ്റെ വളർച്ച ഭയങ്കര വ്യത്യാസമാണോ എന്നാണ് ഇവിടെ അന്വേഷിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഇത്രയും വർഷം കഴിയുമ്പോഴും ഇതിൽ റേറ്റ് ഓഫ് മ്യൂട്ടേഷനിൽ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വന്നിട്ടില്ല. എങ്ങനെയാണോ അവിടെ ഇരുന്നത് ഇറ്റ്സ് വെരി സിമിലർ, വലിയ മാറ്റങ്ങൾ വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സ്റ്റെം സെൽസ് ഡൊണേറ്റ് ചെയ്യുന്നതും ഇതും കുറച്ചുകൂടെ ബെറ്റർ ആണെന്നുള്ളതാണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള കഥ. ഇനി ഒരുപാട് സയൻസ് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. ഇതാണ് ഇതിൽ പ്രധാനപ്പെട്ട കഥ. പിന്നെ ഇതിലെന്ന് പറയുന്നത് ഇതും വളരെ സിമ്പിളായിട്ട് പറയുകയാണ്. അതായത് ഓൾറെഡി എന്താണ് പോളിയോ വാക്സിൻ എന്ന് നിങ്ങൾക്ക് കൃത്യമായൊരു ധാരണ വേണം. അതേപോലെ തന്നെ പോളിയോ വാക്സിൻ മാത്രമല്ല, ഞാൻ അതിലേക്ക് വരാം. എന്താണ് യു ഷുഡ് ഹാവ് എൻ ഐഡിയ അബൌട്ട് വാട്ട് ഇസ് VPDV. എന്താണ് VPDV എന്ന് പറയുന്നത്? സോ ഇറ്റ്സ് വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ്. അപ്പോൾ ഇതിൽ വേറെ ഒന്നുമില്ല. ഇതിൽ കുറേ കുട്ടികൾക്ക് പോളിയോ കൊടുത്തതിൽ തന്നെ ഈ വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ് എന്ന് പറയുമ്പോൾ തന്നെ
കുറേ കുട്ടികൾക്ക് വാക്സിൻ കൊണ്ട് തന്നെ കുറേ പ്രശ്നം ഉണ്ടായി, കുറേ കുട്ടികൾക്ക് പ്രോബ്ലം ഉണ്ടായി. അത് വളരെ റെയർ ആണ്, അങ്ങനെ എപ്പോഴും ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല, ഒരു പബ്ലിക് ഔട്ട് ബ്രേക്ക് ഒന്നുമല്ല. വാക്സിൻ റിലേറ്റഡ് ആയിട്ട് ആ കുട്ടിക്ക് പ്രശ്നം വന്നപ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായി. പക്ഷേ ഇങ്ങനൊരു സംഭവം നടന്നിട്ട് WHO അതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊന്നും ഇത് പുറത്തു വിട്ടില്ല. അവർ സൈലൻ്റ് ആയിട്ട് നിന്നു മേഘാലയയിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ പേടിച്ചിട്ടാണ്. ഇങ്ങനൊരു വാക്സിൻ്റെ കാര്യം ഇത് പുറത്തു വിടുകയാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ കുട്ടികൾ വാക്സിൻ എടുക്കാതിരുന്നാലോ, അല്ലെങ്കിൽ വാക്സിൻ എടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് എടുക്കാതിരുന്നാലോ എന്ന് പേടിച്ചിട്ടാണ് ഇവർ പലരും എടുക്കാത്തത്. സോ അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കഥ എന്ന് പറയുന്നത്. മേഘാലയ പോളിയോ കേസ്. സോ അതിൻ്റെ ടെസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. The case was type 1 VPDY. It's also said that child was not compromised and there was no evidence of virus circulation in the community. കമ്മ്യൂണിറ്റിയിലില്ല, കുട്ടിക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളത് അന്വേഷിച്ചിരിക്കുകയാണ്. Despite all the details of the case, WHO has not published the result. ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല അവർ. സോ എന്താണ് GPEI എന്നുള്ളൊരു ഏജൻസിയും കൂടെ മനസ്സിലാക്കിക്കോ. എന്താണ് GPEI? ഗ്ലോബൽ പോളിയോ എറാഡിക്കേഷൻ ഇനിഷ്യേറ്റീവ് ആണത്, GPEI. സോ ഇവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ പോളിയോനെ കുറിച്ച് മാത്രമല്ല, WHO സിക്ക വൈറസിനെ കുറിച്ചിട്ടും അടുത്തൊരു പരാമർശം ഇവിടെ നടത്തുന്നുണ്ട്. എന്താണ് സിക്ക വൈറസിനെ കുറിച്ചും പറയുന്നുണ്ട്. സോ ഇത് ഗുജറാത്തിലും ഇല്ല, അതായത് മറ്റ് കാര്യങ്ങൾ ഇതിനകത്ത് ഇന്ത്യ മാത്രമല്ല, ന്യൂയോർക്കിലും മറ്റ് ഇസ്രായേലിലും കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട എന്തെങ്കിലും ഔട്ട് ബ്രേക്ക് വന്ന WHO വളരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ ഇത്രയും വന്നിട്ടും WHO's ഡിഫീനിങ് സൈലൻസ്, WHO ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പോളിയോ, എന്താണ് വാക്സിൻ കഴിച്ചില്ലെങ്കിൽ പോളിയോ പാരാലിസിസ് വരും. എന്താണ് പോളിയോ വാക്സിൻ? അങ്ങനെയാണെങ്കിൽ VPDV വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ് എന്താണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ് എന്താണ്? VDPV വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ് എന്താണെന്നും കൂടെ നമുക്കൊരു നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. അതാണ് ഈ ആർട്ടിക്കിളിൽ മെയിനായിട്ട് പറയുന്ന കാര്യം. പിന്നെ പ്രധാനമായിട്ട് പറയുന്നത് ഇതാണ്. ഇതിൽ H5 ഇത് പറയുന്നുണ്ട്, ആ സ്ട്രെയിൻ പറയുന്നുണ്ട്, H5N1 വൈറസ്. ഇത് ഒരു ഏവിയൻ ഇൻഫ്ലുവൻസയാണ്. H5N എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ബേർഡ് ഫ്ലൂ ആണ്. ഒരുപാട് ബേർഡ്സ് ഇതുകൊണ്ട് മരിക്കാൻ, ബേർഡ് ഫ്ലൂ എന്ന് പോവാം. പക്ഷേ US-ലും ഒരുപാട് സ്ഥലങ്ങളിലും ബേർഡ് ഫ്ലൂ, ഈ H5N1 എന്ന് പറയുന്നത് ബേർഡ് ഫ്ലൂ ആയിരുന്ന സംഭവം ഇത് കാറ്റിൽസിലേക്ക് സ്പ്രെഡായി. കാറ്റിൽസ് വഴി മനുഷ്യനിലേക്കും സ്പ്രെഡായി. അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് എങ്ങനെയാണ് സ്പ്രെഡായത്? മനുഷ്യനിൽ നിന്നും മനുഷ്യനിലേക്ക് സ്പ്രെഡായി. അപ്പോൾ ജസ്റ്റ് ആലോചിച്ച് നോക്കുക, H5N1 എന്ന് പറയുന്ന ഒരു വൈറസ്, ഏവിയൻ ഇൻഫ്ലുവൻസ 2020 വളരെ പോപ്പുലറായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. ഇത് കാറ്റിൽ കണ്ടുപിടിച്ചു, അതുവഴി പശുവിൻ്റെ നമുക്ക് കിട്ടുന്ന പാലിന് എഫക്റ്റ് ചെയ്തു, കാറ്റിൽ നിന്നും ഹ്യൂമനിലേക്ക് എഫക്റ്റ് ചെയ്തു. ഇനി ഹ്യൂമൻ ടു ഹ്യൂമൻ എഫക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയൊരു ചലഞ്ച് അല്ലേ, കോവിഡ് പോലെ ഒരു വലിയ ചലഞ്ച് അല്ലേ എന്ന് ചോദിക്കുകയാണ്. സോ അതാണ് ഈ ആർട്ടിക്കിൾ കൂടുതലും പറയുന്നത്. അപ്പോൾ എന്താണ് H5N1 എന്നും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നത് വളരെ നല്ലതാണ്. സോ ഇതാണ്, ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ജിനോം സീക്വൻസിങ്, ഇത് ബോൺ മാരോ സ്റ്റെം സെൽസ്, അതേപോലെ VPDV വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ്, കൂൾ വാട്ടർ കാർബൺ ഡയോക്സൈഡ് കൂടുതൽ അബ്സോർബ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത് മിനി പ്രോട്ടീനാണ്. സോ ഈ മിനി പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ തന്നെ മിനി പ്രോട്ടീൻ ഉദ്ദേശിക്കുന്ന തന്നെ ഇറ്റ്സ് കോൾഡ് എ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ. സോ എന്താണ് മിനി പ്രോട്ടീൻ എന്ന് പറയുന്നത്? Researchers have shown for the first time that it's possible to specifically design mini protein to deliver a radiation dose directly to tumor cells, expressing a protein on the cell surface called Nectin-4. It is also known as radiopharmaceutical, was able to target the tissues well. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാവേണ്ടത് മിനി പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇതൊരു സ്മോൾ പ്രോട്ടീനാണ്, ഇതൊരു സ്മോൾ ടൈപ്പ് ഓഫ് പ്രോട്ടീനാണ്. ഇതൊരു റോക്കറ്റ് പോലാണ്. ഈ മിനി പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു റോക്കറ്റ് പോലെയാണ്. റോക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, പേലോഡ് ക്യാരി ചെയ്യും. ഇതിന് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ, അതായത് കൃത്യമായിട്ട് തന്നെ റേഡിയോ ആക്റ്റീവ് പേലോഡ് ഉണ്ട്. ക്യാൻസർ സെല്ലിലേക്ക് പോകണമല്ലോ, അതായത് ക്യാൻസർ സെല്ലിലേക്ക് പോയി അതിനെ കൊല്ലണം, ക്യാൻസർ സെല്ലിലേക്ക് പോയി കൊല്ലണം എന്നാണ് നമുക്ക് പടം നോക്കാം. അതായത് മിനി പ്രോട്ടീൻ ഇവിടെ ഉണ്ട്, ജസ്റ്റ് ഗോട്ട് എ മിനി പ്രോട്ടീൻ, അല്ലെങ്കിൽ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ എന്ന് വിളിക്കുന്നത്. ഇതൊരു പേലോഡ് പോലെയാണ്, റോക്കറ്റ് പോലെയാണ് മിനി പ്രോട്ടീൻ എന്ന് പറയുന്നത്. ക്യാൻസർ സെല്ലുകൾ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. റേഡിയേഷൻ ചെയ്യുമ്പോൾ ഇത് കൊല്ലണമല്ലോ, ക്യാൻസർ സെല്ലിനെ നമുക്ക് കൊല്ലണം, ക്യാൻസർ വരുത്തുന്ന സെല്ലിനെ കൊല്ലണം. ഇതിനകത്ത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഇതുണ്ട്. സോ എല്ലാ ക്യാൻസർ സെല്ലിൻ്റെ സർഫസിലും
സോ ഇതൊരു മിസൈൽ പോലാണ്, റോക്കറ്റ് പോലാണ്, ഒരു മിസൈൽ പോലാണ്. അതേപോലെ തന്നെ എല്ലാ ക്യാൻസർ സെല്ലിൻ്റെയും സർഫസിൽ നമുക്ക് വേറൊരു ഇത് കാണാൻ പറ്റും, ഒരു പ്രോട്ടീൻ കാണാൻ പറ്റും. അതാണ് നെക്റ്റിൻ 4 എന്ന് പറയുന്നത്. സോ ഇത് ഇവിടെ ഈ പോണുന്ന മിനി പ്രോട്ടീൻ ഈ നെക്റ്റിൻ 4 പോയി ബൈൻഡ് ചെയ്യും. ഇത് കൃത്യമായി ബൈൻഡ് ചെയ്തിട്ട് ക്യാൻസർ സെല്ല് എവിടെയുണ്ടോ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് അതിനെ കൊല്ലും. അപ്പോൾ മിനി പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു റോക്കറ്റോ ഒരു മിസൈൽ പോലെ കണ്ടാൽ മതി. ഒരു റേഡിയോ ആക്റ്റീവ് പേലോഡ് എന്നാണ് ഇതിൽ വിളിക്കുന്നത്. ആ സംഭവം കൃത്യമായിട്ട് ക്യാൻസർ സെല്ലിന്റെ സർഫസിലുള്ള നെക്റ്റിൻ 4 എന്ന് പറയുന്ന അതിനായിട്ട് പോയി ബൈൻഡ് ചെയ്ത് കറക്റ്റ് ടാർഗറ്റ് ചെയ്ത് ക്യാൻസർ സെല്ലിനെ കൊല്ലും എന്നാണ് നമുക്കിവിടെ പറയാൻ പറ്റുക. സോ ദിസ് ഇസ് ഓൾസോ കോൾഡ് ആസ് പ്രിസിഷൻ ടാർഗറ്റിംഗ്. ഇതിനെ പ്രിസിഷൻ ടാർഗറ്റിംഗ് നമ്മൾ വിളിക്കാറുണ്ട്, പ്രിസിഷൻ ടാർഗറ്റിംഗ്. അപ്പോൾ അതാണ് മിനി പ്രോട്ടീൻ എന്നുള്ളത് വിളിക്കുന്നത്. ഒരു റേഡിയോ ആക്റ്റീവ് റോക്കറ്റ് അല്ലെങ്കിൽ മിസൈലായിട്ട് കണ്ടാൽ മതി ക്യാൻസർ സെല്ലിനെ കറക്റ്റായിട്ട് പോയി കൊല്ലാൻ. അതാണ് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട LACയുടെ കാര്യങ്ങൾ ഞാൻ ഇതിനകത്തേക്ക് കൂടുതൽ പറയുന്നില്ല, കാരണം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാൻ ഇത് തന്നെയാണ് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലെടുത്ത് പറയേണ്ടത് ഈ സ്ഥലങ്ങളെല്ലാം മാപ്പിൽ ഒന്ന് മാർക്ക് ചെയ്യണം. LAC ഇതിനകത്ത് ചൈന, ഇന്ത്യ എന്താ പെട്ടെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. ചൈനയും ഇന്ത്യയും തമ്മിൽ LAC ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ പ്രശ്നം കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. സ്ഥലങ്ങൾ ഏതൊക്കെ വെക്കുന്നത്, ഡെപ്സാങ് എവിടെയാണ്, ഡെംചോക്ക് എവിടെയാണെന്നുള്ള സ്ഥലം കൂടെ നമുക്ക് ഒരു ഐഡിയ നമുക്ക് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. സോ ഡെപ്സാങ് എന്ന് പറയുന്നത് കാരാക്കോരത്തിൻ്റെ അടുത്താണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ ലൊക്കേഷൻ അറിഞ്ഞിരിക്കണം. ഡെപ്സാങ് എന്ന് പറയുന്നത് കാരാക്കോരത്തിൻ്റെ അടുത്താണെന്ന് പറയുന്നുണ്ട്. സോ ഇറ്റ്സ് നിയർ ടു ദ കാരാക്കോരം റേഞ്ച്. പിന്നെ കാരാക്കോരത്തിന് അടുത്താണ്. LAC എന്താണ്, പിന്നെ അതേപോലെ ഡിസ്എൻഗേജ്മെന്റ് എന്താണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡി എസ്കലേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഡി ഇൻഡക്ഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റോടെ ഉണ്ട്. അവിടെ നിന്ന് മിലിറ്ററി ഫോഴ്സ് എല്ലാം പിന്മാറുകയാണ്. ഡിസ്എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന കൺസ്ട്രക്ഷൻ, ടെമ്പററി സ്ട്രക്ചർ എല്ലാം എടുത്തു മാറ്റണം. ഡിസ്എൻഗേജ് ചെയ്യാണ്, നമ്മൾ ആർമിയായിട്ട് ഡിസ്എൻഗേജ് ചെയ്യാണ്. പതുക്കെ അവിടെ മാറുകയാണ്. പിന്നെ ബഫർ സോൺ എന്താണ്, രണ്ട് ആർമിയുടെ ഇടയ്ക്കുള്ള ബഫർ സോൺ, ഇത് എങ്ങനെ ഉപയോഗിക്കും, ഇന്ത്യയും ചൈനയും തമ്മിൽ ഇതൊക്കെയാണ് നമുക്ക് മാപ്പിൽ ഡെപ്സാങ്, ഡെംചോക്ക്, ഗൽവാൻ ഇതെല്ലാം നമുക്ക് മാപ്പിലും കൂടെ മാർക്ക് ചെയ്യാൻ പറ്റണം. അതാണ് ഇതിൻ്റെ മേജർ ആയിട്ടുള്ള കാര്യം പറയുന്നത്. അത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ ഒരു ഫ്ലൈറ്റ് പ്രോട്ടോകോൾ ഓഫ് ബോംബ് ത്രെറ്റ്. ഒരു ബോംബ് ത്രെറ്റ് ഉണ്ടാവുകയാണെങ്കിൽ എന്തൊക്കെ പ്രോട്ടോകോളുകളാണ് ഇവിടെ പ്രധാനം എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഓരോ ദിവസം 30 ബോംബ് ഹോക്സ് വരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം. സോ ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു ഏജൻസി ഉണ്ട്, ICAO, ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ. അപ്പോൾ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷനാണ് ICAO എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് അതും പറയുന്നുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഏജൻസീസിന്റെ കാര്യം പറയാം. ICAO ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ് ICAO? ഇന്റർനാഷണൽ സിവിൽ ഓർഗനൈസേഷൻസ് ആണ്. അവർക്ക് പ്രധാനപ്പെട്ട അവർക്കുള്ള ഒരു ഡോക്യുമെന്റും കൂടാണ് സംതിങ് കോൾഡ് ആസ് SARP. എന്താണ് SARP എന്ന് പറഞ്ഞാൽ? സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെക്കമെൻഡഡ് പ്രാക്ടീസസ് ഫോർ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ. അപ്പോൾ ICAO എന്ന് പറയുന്നത് ഇന്റർനാഷണൽ സിവിൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ SARP എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആൻഡ് റെക്കമെൻഡഡ് പ്രാക്ടീസസ് ആണ് ഇന്റർനാഷണൽ ഏവിയേഷനിൽ. പിന്നെ അതേപോലെ ഇന്ത്യ തന്നെ എടുത്തു പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒരു മാനുവൽ ഉണ്ട്. അതിനെക്കാട്ടും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണ് BCAS എന്ന് പറയുന്ന ഏജൻസി. എന്താണ്? ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി എന്നാണ് നമ്മൾ ഇതിൽ പറയേണ്ടത്. ഇതാണ് ഇന്ത്യയിലെ എയർക്രാഫ്റ്റിന്റെ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടത്, ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി. അതേപോലെ DGCA ഉണ്ടല്ലോ, അതിപ്പോഴും പത്രത്തിൽ വരുന്നതാണ്, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഇത് എയർക്രാഫ്റ്റിന്റെ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. സെക്യൂരിറ്റി BCAS, ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി. മറ്റേത് DGCA. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇത് രണ്ടുമാണ്. പിന്നെ ഇപ്പം നിലനിൽക്കുന്ന കുറേ പഴയ നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. ആ നിയമങ്ങളെല്ലാം വളരെ പഴയ നിയമങ്ങളാണ്. ഒന്ന് എയർക്രാഫ്റ്റ് ആക്ട് 1934 എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. പിന്നെ എയർക്രാഫ്റ്റ് റൂൾസ് 1937 ഉണ്ട്. പിന്നെ വളരെ പഴയ ഒരു നിയമമാണ് സപ്രഷൻ ഓഫ് അൺലോഫുൾ ആക്ട്സ് അഗെയിൻസ്റ്റ് സേഫ്റ്റി ഓഫ് സിവിൽ ഏവിയേഷൻ 1982. ഒന്ന് 34, ഒന്ന് 37. ഇതൊക്കെ പഴയ ബ്രിട്ടീഷുകാരുടെ നിയമമാണ്. പിന്നെ 1982 സപ്രഷൻ ഓഫ് അൺലോഫുൾ ആക്ട് അഗെയിൻസ്റ്റ് സേഫ്റ്റി ഓഫ് സിവിൽ ഏവിയേഷൻ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത്. സോ DGCA എന്താണ്, BCAS എന്താണ്? ഒരുപാട് ശിക്ഷ കൊടുക്കുന്നുണ്ടല്ലോ, പണിഷ്മെന്റ് മാത്രമല്ല, നോ ഫ്ലൈ ലിസ്റ്റ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പ്ലെയിനിലും തന്നെ പോകാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. BCAS, DGCA, ICAO. അതായത് SARP. എന്താണ് SARP എന്ന് പറഞ്ഞ്
സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെക്കമെൻഡഡ് പ്രാക്ടീസ്. അതേപോലെ ഇതും കൂടെ ഓർത്ത് വെച്ചാൽ ഇതാണ് ഇതിനകത്ത് നിന്ന് പ്രധാനമായിട്ടും നമുക്ക് UPSCയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. പിന്നെ എല്ലാം നോവൽ ടാറ്റ, സഞ്ജീവ് ഖന്ന, നമ്മുടെ പുതിയ അടുത്ത വരാൻ പോകുന്ന ചീഫ് ജസ്റ്റിസ് ആണ്. ചന്ദ്രചൂഡ് റിസൈൻ ചെയ്ത് November 11 ശേഷം. പിന്നെ പഷ്തൂൺ തഹഫൂസ് മൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ഏജൻസി, അത് നമുക്ക് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടതല്ല, പാകിസ്ഥാനിൽ തന്നെ വരുന്നതാണ്. പഷ്തൂൺ തഹഫൂസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഗവൺമെന്റ് ഈ മൂവ്മെന്റിനെ ബാൻ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പഷ്തൂണി ആൾക്കാർ, പാകിസ്ഥാനിലെ ഏറ്റവും എനിക്കൊന്ന് സെക്കൻഡ് ലാർജസ്റ്റ് അങ്ങാണ്ടാണ് പഷ്തൂണി പീപ്പിൾ. ഇവർക്ക് അവരുടെ റൈറ്റ്സിനെതിരെ അവർ പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. നമുക്ക് UPSCക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആവാൻ ചാൻസ് ഇല്ല. ഇന്ത്യയുടെ ഒരു ഓർഗനൈസേഷൻ അല്ല അത്. എന്നാലും പഷ്തൂൺ തഹഫൂസ് മൂവ്മെന്റ്, അവിടുത്തെ ഒരു മൂവ്മെന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. PTM എന്നാണ് അതിൻ്റെ പേര്, PTM, പഷ്തൂൺ തഹഫൂസ് മൂവ്മെന്റ്. പിന്നെ പ്രധാനമായിട്ടും നമുക്ക് ഇതിനകത്ത് വരുന്നത് പിന്നെ അറ്റ്ലീസ്റ്റ് ആൾക്കാർ ഗാസയിൽ മരിച്ചു. പിന്നെ ഇതിനകത്ത് ഫിലിപ്പീൻസിൽ ഒരുപാട് ആൾക്കാർ മരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ട്രോപ്പിക്കൽ സ്റ്റോം എന്ന് പറയുന്നത്. വാട്ട് ഇസ് എ ട്രോപ്പിക്കൽ സ്റ്റോം? നമുക്ക് സൈക്ലോൺ ഡാന എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെയും ട്രോപ്പിക്കൽ സ്റ്റോം വരുന്നുണ്ട്. സോ വാം വാട്ടർ ആയിട്ട് ബന്ധപ്പെട്ട വാം വാട്ടറിൽ നിന്നും ഇൻറ്റൻസിഫൈ ചെയ്യുന്ന ട്രോപ്പിക്കൽ സ്റ്റോം എന്താണെന്ന് നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. ഫിലിപ്പീൻസ് എന്ന രാജ്യം നമുക്ക് മാപ്പിൽ മാർക്ക് ചെയ്യാൻ സാധിക്കണം, അതും ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതേപോലെ പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട G7 രാജ്യങ്ങൾ, ഇതൊരു കൗതുകമുള്ളൊരു വാർത്തയാണ്. G7 രാജ്യങ്ങൾ $50 ബില്യൺ ലോൺ കൊടുക്കാൻ പോവുകയാണ് യുക്രൈന്. അപ്പോൾ ഏതാണ് ഈ G7 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്കോണമിയാണ്. നമുക്കറിയുന്ന രാജ്യങ്ങൾ വെച്ച് നോക്കാം. ആദ്യം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിരിക്കും ഏറ്റവും പോപ്പുലർ. US, UK, ഫ്രാൻസ്, ജർമ്മനി, UK, US, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി ഉണ്ട്. എത്ര? 1, 2, 3, 4, 5 ഇറ്റലി. ജപ്പാൻ ഉണ്ട്, നമ്മുടെ ഏഷ്യയിൽ നിന്നും ജപ്പാൻ ഉണ്ട്. അതേപോലെ കാനഡ. 7 ആയില്ലേ? 1, 2, 3, 4, 5, 6, 7. US, UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, കാനഡ. ഇതാണ് G7 രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇവരെല്ലാം $50 ബില്യൺ ആണ് യുക്രൈന് കൊടുക്കുന്നത്. അതിലൊരു പ്രത്യേകതയുണ്ട്. റഷ്യൻ അസറ്റ് പ്രോഫിറ്റ് വെച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് രസമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഒരു എക്സാമ്പിൾ പെട്ടെന്ന് പറയുകയാണ് മനസ്സിലാക്കാൻ വേണ്ടി. ഞാനൊരു 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ, പോട്ടെ 10,000 രൂപ ആയിക്കോട്ടെ, 10,000 രൂപ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിരിക്കുകയാണ്. എനിക്ക് എല്ലാ മാസവും ഞാനത് എടുക്കുന്നില്ല. എനിക്ക് എല്ലാ മാസവും ബാങ്ക് 10,000 രൂപ അക്കൗണ്ടിൽ ഇട്ടതിന് ചെറിയൊരു പലിശ തരുമല്ലോ, ഒരു ചെറിയ ഇൻട്രസ്റ്റ്, ഒരു ചെറിയ ഇൻട്രസ്റ്റ് എനിക്ക് ഈ 10,000 രൂപ ഇട്ടിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കും. എനിക്ക് കിട്ടും അത്. പെട്ടെന്ന് ആലോചിക്കാം, നിങ്ങളുടെ കാർഡ് കളഞ്ഞുപോയി, ATM കാർഡ് കളഞ്ഞുപോയി, നിങ്ങൾക്ക് ഈ പൈസ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ പൈസ അപ്പോൾ എന്ത് ചെയ്യും? ഈ പൈസ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മാസം നിങ്ങളവിടെ ഇട്ടിരിക്കുന്ന 10,000 രൂപയ്ക്ക് ഒരു പെർസെൻറ്റേജ് ഓഫ് ഇൻട്രസ്റ്റ് അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കും. പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇതേപോലെയാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യം വെസ്റ്റേൺ രാജ്യങ്ങളിൽ, ഇതിൽ സ്റ്റോക്കിലും ഇതിലും കാര്യങ്ങളിലും അക്കൗണ്ട്സിലും ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പൈസയ്ക്കും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ റഷ്യക്കെതിരെ വെസ്റ്റേൺ രാജ്യങ്ങൾ സാങ്ഷൻ പ്രഖ്യാപിച്ചല്ലോ. സാങ്ഷൻ പ്രഖ്യാപിച്ച പിന്നെ ട്രേഡിങ് കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും വിലക്ക് കൽപ്പിച്ചു എന്ന് പറയുന്ന പോലെ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ആ റഷ്യക്ക് ഈ പൈസ എടുക്കാൻ പറ്റുന്നില്ല. അവിടെ പൈസ ഓൾറെഡി ഉണ്ട്, പക്ഷെ അത് എടുക്കാൻ സാധിക്കുന്നില്ല. ഇതിന് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇവിടെ G7 രാജ്യങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ റഷ്യ ഇൻവെസ്റ്റ് ചെയ്ത അസറ്റ്സിന്റെ പ്രോഫിറ്റും, അതായത് അതിന്റെ പ്രോഫിറ്റോ ഷെയറോ ഇൻട്രസ്റ്റോ ആ കിട്ടുന്ന റഷ്യക്ക് കിട്ടേണ്ട പൈസ റഷ്യക്ക് കൊടുക്കില്ല, സാങ്ഷൻ ഉള്ളതുകൊണ്ട്. ആ പൈസ എല്ലാം എടുത്ത് ഇപ്പോൾ യുക്രൈന് കൊടുത്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ റഷ്യനെ അറ്റാക്ക് ചെയ്യാൻ റഷ്യയുടെ പൈസ തന്നെ എടുത്ത് യുക്രൈന് കൊടുത്തിരിക്കുകയാണ്. അതായത് റഷ്യയുടെ പൈസ തന്നെ എടുത്തിട്ട് റഷ്യക്കെതിരെ അടിച്ചോന്നില്ലേ. അത് പെട്ടെന്ന് ചെറിയൊരു വാർത്തയാണ്, പക്ഷെ എന്താണ് ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് വായിച്ചാൽ ക്ലിക്ക് ആവാത്തതുകൊണ്ടാണ് ഞാനത് കോൺസെപ്റ്റോടെ പെട്ടെന്ന് പറഞ്ഞത്. പിന്നെ ഇറാനെ അറ്റാക്ക് ചെയ്തതിനെ കുറിച്ചാണ് ഇത് കൂടുതൽ പറയുന്നത്. ഇറാനെ അറ്റാക്ക് ചെയ്തതിന്റെ ദേശത്തിൽ ഇസ്രായേൽ ഇവിടുന്ന് ഇറാനെ അറ്റാക്ക് ചെയ്തു. ഇറാനെ അറ്റാക്ക് ചെയ്ത ദേശത്തിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണല്ലോ ഹെസ്ബുള്ള തിരിച്ച് ഇസ്രായേലിനെ വേറെ അറ്റാക്ക് ചെയ്തു. ഇതിങ്ങനെ അറ്റാക്കുകൾ പോയിക്കൊണ്ടിരിക്കുന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ആരും ഉണ്ടാവുന്നില്ല. പിന്നെ അടുത്ത പ്രധാനപ്പെട്ട ഇതിനകത്ത് നോക്കേണ്ട ഒരു വാർത്ത എന്ന് പറയുന്നത് തായ്വാനിന് US ഇത്ര കണ്ടോ $2 ബില്യൺ ആംസ് പാക്കേജ് കൊടുത്തത്.
അത് മെഷീൻ തോക്കുകൾ വാങ്ങിക്കാൻ. അവിടെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ഉണ്ട്, പ്രിലിംസിന് ചോദിക്കാവുന്നതാണ്. വാട്ട് ഇസ് ദ കോൺസെപ്റ്റ് ഓഫ് നസാം? എന്താണ് നസാം എന്ന് വിളിക്കുന്നത്? മിലിറ്ററി ഇതിൽ എന്താണ് നസാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് ടു ഹാവ് എൻ ഐഡിയ. നാഷണൽ അഡ്വാൻസ്ഡ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം. നാഷണൽ അഡ്വാൻസ്ഡ് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമാണ് നസാംസ് എന്ന് പറയുന്നത്. സർഫസ് ടു എയർ മിസൈലാണ്. ഇത് US കൊടുത്തിരിക്കുക. ഏതാണ്ട് ഇത്രയും ഡോളർ വരുന്ന ആൻറ്റി എയർക്രാഫ്റ്റ് സിസ്റ്റംസും ഇനി കൊടുക്കാൻ ബാക്കിയൊന്നുമില്ല, എല്ലാം കൊടുത്തിട്ടുണ്ട് തായ്വാനിന്. സോ അവിടെയാണ് പ്രധാന പ്രശ്നം. ചൈനയ്ക്ക് തായ്വാൻ്റെ മേളിൽ ക്ലെയിം ഉണ്ട്. ചൈന എപ്പോഴും വിശ്വസിക്കുന്നത് തായ്വാൻ ചൈനയുടെ പാർട്ടാണെന്നാണ്. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴൽ അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്സി നിൽക്കുന്ന, ചൈനയായിട്ട് കോൺട്രവേഴ്സി നിൽക്കുന്ന ഒരു രാജ്യത്തിന് ഇത്രയും $1 ബില്യൺ ആംസ് കൊടുത്താൽ ചൈനയും തായ്വാനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചോട്ടെ എന്നുള്ള ഒരു ഭയങ്കര ചിന്താഗതിയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്. അത് ചൈന വളരെ സ്ട്രോങ് ആയിട്ട് കണ്ടിട്ടുമുണ്ട്. അതാണ് ഈ ആർട്ടിക്കിളിൽ പ്രധാനമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നസാംസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്നും കൂടെ ഓർത്തു വെച്ചാൽ നല്ലതാണ്. പിന്നെ സുഡാനിൽ ഇപ്പോഴും ഇത്ര ആൾക്കാരെ മരിക്കുന്നു. സുഡാൻ ക്രൈസിസ് സത്യം പറഞ്ഞാൽ പലരും പറയുന്നുണ്ട് ഗാസേനെക്കാട്ടും വലിയ ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ് സുഡാനിൽ. വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. പക്ഷേ ഇപ്പോഴും നമുക്ക് വേണ്ടത്ര, ആഫ്രിക്കൻ രാജ്യമായോണ്ടായിരുന്നു അറിയില്ല, എന്താണ് വേണ്ടത്ര ഒരു കവറേജ് കിട്ടുന്നില്ല. സോ അതും ഒരു വലിയ കൺസേൺ ആണ്. സുഡാൻ ക്രൈസിസ് ഓർത്ത് വെക്കണം. അപ്പോൾ ഇന്ന് ഇത്രയും ന്യൂസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അടുത്ത കൂടുതൽ ന്യൂസ് ഡിസ്കസ് ചെയ്യാം. കീപ് ലിസ്ണിംഗ് ടു IAS ഫാക്ടർ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ ടോപ്പിക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സുകൾ ഓൺഗോയിങ് ആണ്. സോ യു ക്യാൻ ഓൾസോ ജോയിൻ us ഫോർ ദാറ്റ്. ആൻഡ് താങ്ക്സ് ഫോർ ദ വണ്ടർഫുൾ റെസ്പോൺസ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് കോഴ്സിന്. നമ്മുടെ ആപ്പിലാണെങ്കിലും ഒരുപാട് റെക്കോർഡഡ് കാണുന്ന, എനിക്കറിയാം ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അടുത്ത പ്രാവശ്യം പരീക്ഷയാണ്. അപ്പോൾ ലൈവ് പലപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല, ഒരുപാട് പേർക്ക് റെക്കോർഡിംഗ് കാണാൻ പറ്റുന്നുണ്ട്. സോ താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ റെസ്പോൺസ് ഓൾസോ. താങ്ക് യു.